ഇനി പറയാനുള്ളത് ശ്രദ്ധിച്ചോളി. അപ്പൊ ചെലവ് വരെ കൊടുക്കാം, നിങ്ങൾ വന്ന് ശരിക്കും പഠിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് ഇന്ന് വരെ അവർ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? വേറൊരാൾ, അയാൾ പൂക്കോട്ടൂർക്കാരനാണ്. അയാള് പറയുന്നത് ഇവരോട് ചോദിച്ചപ്പോ സനത് ഇല്ല എന്നല്ലേ അവര് പറഞ്ഞത്, നമ്മൾ പറഞ്ഞ പോലെ സനത് ഇല്ല. അതിയൊരു കളവെന്ന് കേട്ടോളി. നേരത്തെ തന്നെ മുടിന്റെ ഒരു സനത്തിനെ കുറിച്ചുള്ള ഒരു വിവരം എനിക്കറിയില്ല. ചോദിച്ചിട്ട് അങ്ങനെ സനത് ഇല്ലാന്നല്ലേ ഒരു പറഞ്ഞു. സനത് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സനത് ഉണ്ടെന്നും സനത് അവിടെ എന്താ അവരെ മർക്കസിൽ ഉണ്ടെന്നും മർക്കസിലുള്ളത് ആവശ്യക്കാർക്ക് കാണാമെന്നും. പഴയതിനൊരു സനമില്ല, പഴയതിനൊരു അല്ല ഈ പഴയ സനത് തന്നെ കണ്ട ആളുകൾ പറഞ്ഞു നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് സനത് ഉള്ളതൊക്കെ. എങ്ങനെ ആരെ കയ്യിൽ നിന്ന് കൈമാറിയവർക്കൊരു ഇല്ലല്ലോ. അല്ല, ആ സനത് അവിടെ ഉള്ളത്, ഇത് നമ്മളെ തന്നെ ആളുകൾ കണ്ടത് ഇങ്ങനെ അവിടെ സനത് ഉള്ളത് അവിടെ പിന്നെ പ്രിന്റ് ചെയ്തത് അവരെ അയാളെ റൂമിൽ കറക്റ്റ് ആയിട്ടുള്ള മർക്കസിലുള്ള ഓഫീസിലുള്ളത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിന് ഒരൊറ്റ കൂട്ടി അതിന് ഇല്ല എന്ന് പറഞ്ഞ് അവർക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇദ്ദേഹത്തെ ഫൈസി തന്നെ പറഞ്ഞ എന്താ, അവിടെ ചെന്നാ കാണിച്ചു തരാന്നേ പറയുന്നുള്ളൂ. നമ്മളെന്താ വേണ്ടി ഫോണിൽ കൂടി ഇങ്ങനെ ഇതാ പിടിച്ചോ എന്ന് പറയാ വേണ്ടേ? അത് പറഞ്ഞല്ലേ ഫോണിൽ കൂടി കൊടുക്കുന്നതല്ല സനത്, വന്നാൽ തരാം, കാണിച്ചു തരാം, ഇന്നും കാണിച്ചു കൊടുക്കുമല്ലോ ഔദ്യോഗികമായി ബന്ധപ്പെട്ട്. ഇതല്ലേ എന്റെ ശരി. ഇനി മറ്റൊന്ന്, ഞാൻ കണ്ട ആളെ കണ്ടിട്ടുണ്ട്. കണ്ടാളെ കണ്ടാ പോരാ, ഇത്തരം കാര്യങ്ങൾക്ക് ആ സാധനം കാണണം. കണ്ടാലും കണ്ടില്ല, കേട്ടാലും കണ്ടിട്ടില്ല. എല്ലാ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിഷയം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് പോയിട്ട് അന്വേഷിച്ച് നോക്കി. നമുക്ക് പഠിക്കാനുള്ള രൂപത്തിലാണെങ്കിൽ നമ്മൾ അന്വേഷിക്കൂല പോയിട്ട്. അന്വേഷിച്ചല്ലോ, അബ്ദുൽ ഹമീദ് വൈസ് നേരിട്ട് അന്വേഷിച്ചല്ലോ. ഫോണിലോ? നേരെ ചോദിച്ചു. ഫോണിലല്ലേ? ആ ഫോണിൽ മതിയല്ലോ, അങ്ങോട്ട് വരിക പറയണ്ടേ? അത് തരാൻ. അതെ, എല്ലാ മർക്കസിൽ വന്നാ കാണിച്ചു കൊടുക്കാന്ന് പറയുകയും ചെയ്തിട്ടില്ലേ? പറഞ്ഞിട്ടില്ല, അയാളോട് പറഞ്ഞില്ല. എന്താ നിങ്ങളീ പറയുന്നത്? പറഞ്ഞു അമീദ് പൈസ പറയുന്നത് അങ്ങനെ ചെന്നാൽ കാണിച്ചു തരാന്ന് പറഞ്ഞിരുന്നു. ഇയാള് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, പൂക്കോട്ടൂർക്കാർ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇയാളോടൊക്കെ ചോദിച്ചു എന്തായി ഏതൊരു മനുഷ്യരോട് ചോദിച്ചു, അതൊരു വാക്കാരോട് ചോദിച്ചു ഏതാണ്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി അമീദ് പൈസ പറയുന്നത് കേൾപ്പിച്ചു കൊടുത്തേ, ചെന്നാൽ കാണിച്ചു തരാന്ന് പറഞ്ഞു. നമ്മളിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഒന്നാമത്തിന്റെ ആരറിയാത്തത് കൈമാറിയത് എന്ന് ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ വന്നാൽ പറഞ്ഞുതരാന്നൊക്കെ പറയാൻ അല്ലാതെ നേർക്ക് ശരിക്കും പറയുന്നില്ല. കണ്ടോ? അപ്പൊ അവിടെ ചെന്നാ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു എന്ന് അയാൾ എന്നെ സമ്മതിക്കണം. എന്നിട്ട് മറ്റേ ആൾ പറയാം അങ്ങനെ പറഞ്ഞു, സനത് ഇല്ല എന്നാ പറഞ്ഞത്. ഇവർക്കുള്ള മരിക്കണ്ടേ? എനിക്ക് മനസ്സിലാത്ത വിഷയം അതാണ്. ഇവർക്കൊക്കെ മരിക്കണ്ടേ? പിന്നെ ഇവരെന്താ വാശി കൂട്ടുന്നത്? ഞാൻ ചോദിക്കട്ടെ, പട്ടിക്കാടുന്ന് സനത് കൊടുക്കാൻ വേണ്ടി കൊല്ലത്തിലായി ഇന്ന് വരെ പത്രത്തിൽ കൊടുത്തിനോ സനത്? പത്രത്തിൽ പ്രസിദ്ധീകരിച്ചുകൂടെന്നല്ലേ ചോദിച്ചത്? നിങ്ങൾക്കൊക്കെ കിട്ടിയ സനത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ സമുദായത്തോട് മറുപടി പറയണം. എന്താണ് ഈ പറയുന്നത്? അപ്പോ സനത് എന്താ പത്രത്തിൽ കൊടുക്കാത്തത്? എന്താ ഫോണിൽ വിളിച്ചറിയാത്തത്? ഇങ്ങനെയാണോ സനത്? സനത് എന്ന് പറഞ്ഞാൽ അതിനോടൊരു ആദരവ് വേണ്ടേ, ഒരു ബഹുമാനം വേണ്ടേ? ഞങ്ങൾക്ക് ഇമാമിങ്ങളാണ് ദീന് പഠിപ്പിച്ചത്, അദബ് പഠിപ്പിച്ചത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോ ആ ദർസിൽ വരൂല, ഞാൻ ഇവിടുത്തെ രാജാവാണ്, രാജാവിന്റെ മകനായ എനിക്ക് ദർസ് നടത്താൻ നിങ്ങൾ എന്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞപ്പോ മാലിക് ഇമാം പറഞ്ഞ മറുപടി എന്താണ്? ഓ രാജാവേ, ഇത് അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയ ഇൽമാണ്. അല്ലിൽ ഇൽമ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി രാജാവാണെന്ന നിലക്ക് ഞാൻ വീട്ടിൽ വന്ന് ദർസ് നടത്തുകയും അതേ സമയത്ത് പാവപ്പെട്ടവർ എന്റെ അടുത്ത് വന്ന് ദർസ് നടത്തുകയും ചെയ്യുന്ന അങ്ങനെ വിവേചനം കാണിക്കുന്ന ഒരു വസ്തുവല്ല ഇൽമ് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞില്ലേ? അപ്പൊ സനദ് എന്ന് പറയുന്നത് അതൊരടിസ്ഥാനമാണ്, ഒരു രേഖയാണ്. ആ രേഖ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. ഇത് ഇന്നും മനസ്സിലാകാത്തവരാണോ ഇവർ? ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിനൊക്കെ ആധാരമില്ലേ? അതതിന്റെ സനദ. പറമ്പില്ലേ? അതിന്റെ സനദ. ആ സനദ് നിങ്ങൾ ഇങ്ങനെ വായിക്കല ഫോണില്? അതൊരു കോടതിയിൽ വേണ്ടി വന്നാൽ അതറ. ഒരാൾക്ക് അതിന്റെ പകർപ്പ് കിട്ടണമെങ്കിൽ അവിടെ പോയി
റൈസ് ഓഫീസ് തന്നെ കിട്ടണമെങ്കിൽ പൈസ അടിച്ച് ഒരുപാട് ബഹുമാനിക്കണം എന്നാലേ കിട്ടുള്ളൂ. ഇനി ഇയാളെന്ന് കിട്ടണമെങ്കിലോ അതിനേക്കാളും ബഹുമാനിക്കണം എന്നാലേ കിട്ടുള്ളൂ. അതിലെ സെനത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആധാരം ആ ആധാരം അങ്ങനെ ഏതെങ്കിലും പറയുമ്പോഴേക്ക് വായിച്ചു കൊടുത്താൽ അതിനുള്ള അതവ് പറയും. ഇല്ലാഞ്ഞിട്ടല്ല. ഇല്ല, ഈ സ്റ്റേജ് മേലൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന മഹിദ്യങ്ങൾ അഹങ്കാരങ്ങളും സെനത് വേണമെങ്കിൽ എല്ലാവരും നോക്കിക്കോളി. ഉസ്താദിന്റെ നേരെ അപ്പുറത്തും ഉസ്താദവറുകൾക്ക് മുടി ശറഫാക്കപ്പെട്ട മുടി വടക്കേ ഇന്ത്യയിൽ നിന്ന് കൈമാറിയ മൗലാന ഇഖ്ബാൽ വലീദ് അലിയാവാല എന്ന മഹാൻ മുതൽക്ക് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വഴിയായും അതുപോലുള്ള മഹാന്മാർ വഴിയായും എല്ലാം ഉള്ള ഈ സനദ് നിങ്ങൾക്ക് ആർക്ക് വേണം ഇതിൽ ഖുതുബുൽ അഖ്താബ് ശൈഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളെ പേരും ഇടക്ക് കാണാം. അങ്ങനെ ഉസ്താദ് മുതൽക്ക് സാദാത്യങ്ങൾ ഓരോരുത്തരുടെയും പേര് അവസാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ എത്തുന്നു. ആ സനദ് ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് വലിച്ചെറിയാനുള്ളതല്ല. താങ്കൾക്ക് വേണമെങ്കിൽ ഇത് വലിച്ചെറിയാനുള്ളതല്ല. ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് ആഖിറത്തിൽ കുടുങ്ങണ്ട. ആർക്കെങ്കിലും അപ്പുറത്തെ സമസ്ത, ഞങ്ങൾ കഴിഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ, ആ മുശാവറയിൽ ഞങ്ങൾ പത്രത്തിൽ കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്താ കൊടുത്തത്? അനാവശ്യ വിവാദം വലിച്ചിടേണ്ടതില്ല. ഔദ്യോഗികമായി സംശയം തീർക്കാനുള്ള അവസരം എപ്പോഴുമുണ്ട്. ഔദ്യോഗികമായി അപ്പുറത്തെ സമസ്തയിലുള്ള പണ്ഡിതന്മാർക്ക് സംശയം തീർക്കണോ, അവർക്ക് കാണണോ, അപ്പുറത്തെ സംഘടനയിലുള്ളവർക്ക് കാണണോ, ഞങ്ങൾ മോനെ എന്നേ വിളിക്കൂ, മോനെ എന്നേ വിളിക്കൂ. പ്രായം കുറഞ്ഞവരെ, പക്ഷേ പ്രായമുള്ള ആളുകളെ ഞങ്ങൾ മോനെ എന്ന് വിളിക്കൂല. ഇപ്പൊ അപ്പുറത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, അദ്ദേഹത്തെ ഞങ്ങൾ മോനെ എന്ന് ഞാൻ വിളിക്കൂല. അദ്ദേഹത്തിന്റെ ആദരവ് കൊടുക്കും. എങ്ങനെയാണ്? മുസ്ലിമിന്റെ ഒന്നാമത്തെ ഹദീസിന്റെ അതാണ്. ഓരോരുത്തർക്ക് അർഹമായ സ്ഥാനം വകുവെച്ചു കൊടുക്കണം. 49 വയസ്സുള്ള ആള് കാന്തപുരസ്ഥാനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോ ഓതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോ അത് ഏത് എത്ര വലിയ എതിരാളിയായ എത്രത്തോളം ഒരു പ്രതിപക്ഷ ബഹുമാനം അത് നിർബന്ധ. അതൊരു പ്രസ്ഥാനത്തിന്റെ നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ഇസ്ലാമിനെയാണ് ജനങ്ങൾ കാണുന്നത്. മുസ്ലിം പണ്ഡിതന്മാരല്ലേ ഇതൊരു കടിച്ചു കീറുകയല്ലേ എന്നാ ജനങ്ങൾ ധരിക്കുക. എന്തിനും ഒരു അന്തസ്സും അഭിമാനവും അത് കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. ഇരിക്കട്ടെ. അപ്പൊ സെനത് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, അത് പച്ചക്കള്ളമാണ്. സെനത് ഇവിടെയുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇതുവരെ മർക്കസിൽ എന്നാ കാണിച്ചിരുന്നു. ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാനിവിടെ ഉസ്താദിന് കുറെ 10,000 കണക്കിന് ശിഷ്യന്മാർക്കില്ലേ. ഉസ്താദിന് ഈ പ്രായമുള്ള കാലത്ത് ബുദ്ധിമുട്ടുന്നു. ഞാനുണ്ട് സിറാജുൽ ഹുദ. ആർക്ക് ഔദ്യോഗികമായിട്ട് വരണേ, അല്ലാതെ എനിക്കും വേറെ പണിയുണ്ട്. ഇതൊക്കെ വെറുതെ ആയതല്ല, ഔദ്യോഗികമായിട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ. ഇത് ഇപ്പൊ ഞാൻ തങ്ങളെ കയ്യിൽ കൊടുത്തത് തഫ്സീലിയായ സനദ, വിശദമായ സനദ്. 2 വിധം സനദ് മുഖ്തസറുണ്ട്, സനദ് മുഫസ്സലുണ്ട്. മുഫസ്സലാണ് ഞാൻ കൊടുത്തത്. സനദ് മുഖ്തസർ അത് മർക്കസിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഹുദവിക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അതിനിവിടെ മുടക്കമൊന്നുമില്ല. സെനത് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, എന്തായാലും പണ്ട് ഒരാൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും പറഞ്ഞ് കലമ്പിവിടണോ, എന്തെങ്കിലും പറഞ്ഞ് കലമ്പിവിടണോ ചങ്ങായി പറഞ്ഞതാ. അത് എന്തെങ്കിലും പറഞ്ഞ് കലമ്പാൻ തീരുമാനിച്ച ആ പ്രശ്നം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവര് തന്നെ വ്യക്തമായി ശൈഖ് ഹദ്റജി അവരുടെ കൈവശത്തിൽ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം അത് വേൾഡിൽ അറിയപ്പെട്ടതാണെന്നും അതുപോലെ അത് രേഖയുള്ളതാണെന്നും നേരത്തെ പ്രഖ്യാപിക്കുകയും അത് ശൈഖുന ഉസ്താദ് അവരുടെ കയ്യിൽ വന്നപ്പോൾ അത് വ്യാജമാണ്, 100% വ്യാജമാണ് എന്ന് പറയുകയും ചെയ്യുന്നത് കേട്ടാൽ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ അംഗീകരിച്ച ഒരു കൂട്ടര് ഇപ്പൊ തള്ളി പറയുമോ ഇത് അസൂയ കൊണ്ട് മാത്രമാണ്
എന്ന് ആർക്കും ബോധ്യപ്പെടും. അവരുടെ കൂട്ടത്തിൽപ്പെട്ട അലവിക്കുട്ടി ഹുദവി, അദ്ദേഹം ഹസ്റജിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിപാടിയിൽ പങ്കെടുത്ത് 5 മിനിറ്റ് പ്രസംഗിച്ചു. എന്നിട്ട് അവിടെ ആധാറ് വെച്ച് ബറക്കത്തെടുക്കുന്നതിന് അനുമോദനം നടത്തി എന്ന് കോഴിക്കോട്ടെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് തന്നെ പറഞ്ഞു. എന്നിട്ട് അനുമോദനം നടത്തിയതിന്റെ പുറമെ അദ്ദേഹം സ്വന്തം പുറത്തിറക്കിയ ലഘുലേഖയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ കെഞ്ചി നോക്കി ഒരു മുടി കിട്ടാൻ വേണ്ടി, എനിക്ക് തന്നില്ല. തരാതിരിക്കാൻ കാരണം പറഞ്ഞത് ഇതൊരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും എന്നാണ്. അതേ ലഘുലേഖന്റെ ഇപ്പുറത്ത് അല്ലാഹു തആല അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചു, അവിടുന്ന് എല്ലാവർക്കും മുറിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തരാതിരുന്നത് ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതേ ലഘുലേഖന്റെ ചോട് അയാൾ എന്നെ പറയുന്നത് എല്ലാവർക്കും മുറിച്ച് കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സംശയമായി. പിന്നെ അദ്ദേഹത്തിന് ചോദിച്ചൂടെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ എനിക്കും തരണമെന്ന് പറഞ്ഞാൽ പോലെ. അപ്പൊ ആ ലഘുലേഖ പച്ചക്കള്ളമാണ് അലവിക്കുട്ടി ഹദീ പറഞ്ഞത് എന്നതിന് ഏത് ബുദ്ധിയുള്ളവരും അറിയാം. ഷെയ്ഖ് ഹസ്റജിയുടെ വീട്ടിൽ തിരുനബിയുടേത് എന്ന പേരിൽ ഒരു കേശപ്രദർശനം സാമാന്യം ഗംഭീരമായി തന്നെ നടത്താറുണ്ട്. അതായത് അബൂദാബിയിൽ ഗംഭീര. ഇക്കഴിഞ്ഞതിന് മുമ്പുള്ള റമദാനിലെ പരിപാടിക്ക് ഞാനും പോയിരുന്നു. സദസ്സിൽ 5 മിനിറ്റ് നേരം അറബിയിൽ പ്രസംഗിക്കുകയും ചെയ്തു. ഹസ്റജിയുമായി പരിചയപ്പെടുകയും ദാറുൽ ഹുദയിൽ വന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഒരു മുടിയെങ്കിലും എനിക്ക് തന്നുകൂടെ എന്ന് ഞാൻ ഹസ്റജിയോട് കെഞ്ചി നോക്കി. പക്ഷേ അദ്ദേഹം തന്നില്ല. ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരില്ലേ, അതുകൊണ്ട് നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ കെഞ്ചി നോക്കിയിട്ടുണ്ട്, കിട്ടാനില്ല. പിന്നെ അദ്ദേഹം പറയുന്നത്, പക്ഷേ അന്നും ഇന്നും എന്റെ മനസ്സിൽ ഏറെ അത്ഭുതം ജനിപ്പിച്ച ഒരു കാര്യം ആ മുടിക്കെട്ടിന്റെ ആധിക്യം തന്നെ. പിന്നെ ഈ സംശയമുള്ള ഇയാളത്തിനെ കെഞ്ചി ഒരു സാധനത്തിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഇയാൾ കെഞ്ചാൻ പോകണം. ഇയാൾക്ക് തുഞ്ചാൻ പോയി കൂടെ, ഇയാളതിനാ കെഞ്ചാൻ പോയി. ഇനിയോ എന്നിട്ട് ഇയാള് പറയുന്നത് എന്താ? ഇയാള് പറയുന്നത് പിന്നെ കുറച്ച് എഴുതിയിട്ട് ശേഷം പറയാണ്, അന്ന് സദസ്സിൽ കൂടിയ പല അറബികൾക്കും അടുപ്പക്കാർക്കും യാതൊരു വീര്യവും കൂടാതെ ഹസ്റജി തന്നെ അവിടെ വെച്ച് മുടി ഓശാരമായി വിതരണം ചെയ്യുന്നത് കണ്ടു. പിന്നെ ഹസ്റജി അയാളോട് പറഞ്ഞ്, നിങ്ങൾക്ക് തന്നാൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരൂലേ? എന്നിട്ട് അന്ന് തന്നെ അയാളെ മുന്നിൽ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുമോ? അപ്പൊ ഇയാള് പറഞ്ഞത് ശുദ്ധ കളവാണെന്ന് ഓർത്തില്ലേ? ഇനി കണ്ടോ, എത്ര കൊടുത്താലും തീരാത്ത അത്രയും മുടിനാരുകൾ കയ്യിലുണ്ട്, പിന്നെന്താ കുറെ അങ്ങ് കൊടുത്താലും എന്ന മട്ടിൽ ഇങ്ങനെ കൊടുക്കാണ്. അപ്പൊ ഇങ്ങനെ കള്ളസാക്ഷികൾ ഉണ്ടാക്കി ഇതിനെ ചോദ്യം ചെയ്തത് അസൂയയുടെ പേരിൽ അല്ലെങ്കിൽ പിന്നെ എന്തിന്റെ പേരിലാണ്? ആർക്കാണ് ഇത് മനസ്സിലാകാത്തത്? ഏത് ബുദ്ധിയുള്ളവരാണ് മനസ്സിലാകാത്തത്? ഖാസിമിയുടെ പ്രസംഗവും അമ്പലക്കടവിന്റെ പ്രസംഗവും ഒക്കെ കേട്ടപ്പോ നമുക്ക് ബോധ്യപ്പെട്ടത് യോഗം ചേർന്ന് കളവ് പറയാൻ തീരുമാനിച്ചു. അദ്ദേഹം പ്രസംഗിച്ച് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താ പ്രസംഗിച്ചറിയോ? ഞാൻ പറഞ്ഞുതരാം. വേൾഡിൽ അറിയപ്പെട്ടതാണെന്നും യഥാർത്ഥം നിഷേധിക്കൂലെന്നും ഹസ്റജിയുടെ കയ്യിലുള്ള മുടിക്ക് അവിടെ സൂക്ഷിച്ച രേഖയുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഞാൻ കേട്ടു എന്നല്ല, കേട്ടോളി. സഹീഹായ നിലയിൽ ലോകത്തെ പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാഷ്ട്രത്തിൽ തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്ത.
വളരെ ഭദ്രമായി ശക്തമായ ബന്ദോബസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദോബസ്തോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിയിട്ട വെള്ളം ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. ഇന്ത്യയിലെ കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിശ്ചിതമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎഇയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായി ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. അവിടെ മുടി സൂക്ഷിച്ചിട്ടുണ്ടെന്നും രേഖയുണ്ടെന്നും അത് പുറത്തെടുക്കലുണ്ടെന്നും അതുപോലെ അത് യഥാർത്ഥമാണെന്നും അത് നിഷേധിക്കുന്നില്ല വളരെ വ്യക്തമായി പരസ്യമായി പ്രസംഗിച്ചതാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, സാധാരണ പറയാറുണ്ട് കള്ളന് ലൂട്ടുപിടിക്കുക. അതുപോലെ അവനവന്റെ ആഖിറത്ത് നഷ്ടപ്പെടുത്തി മറ്റവന് ദുനിയാവുണ്ടാക്കുക, അവനെക്കാളും നഷ്ടപ്പെട്ട നരകം. ഈ അമ്പലക്കടവിന് ദുനിയാവുണ്ടാക്കാൻ ഖാസിമിന്റെ ആഖിറത്ത് നഷ്ടപ്പെടുക. ഖാസിമി പറയുന്നത്, അമ്പലക്കടവ് പറഞ്ഞത് എന്താ പറഞ്ഞ വാചകം, ഖാസിമി പറഞ്ഞ വാചകങ്ങളൊന്നും കേട്ടോളി. ഖാസിമി പറയുന്നത്, സത്യത്തിൽ ഈ കാന്തപുരത്തിനെ പറ്റിച്ചത് ഹമീദ് ഫൈസിയാണ്. അപ്പൊ ഏതായാലും പറ്റിക്കുന്ന ആളാന്ന് പറഞ്ഞത് അത് ആര്യാന്നുള്ളതല്ലേ നോക്കണ്ടു. അങ്ങനെ പറ്റിക്കുന്ന ആള് അയാൾ എന്താ പറഞ്ഞത്, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാന്നാ പറയുന്നത്. എന്താ പറഞ്ഞത്, ഖസ്റജിയുടെ വീട്ടിൽ ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് അമീർ ഫൈസി പറഞ്ഞതെന്നാണ് ഈ ഖാസിമി പറയുന്നത്. പിന്നെ അമീർ ഫൈസി പറഞ്ഞ എന്താ നിങ്ങളിപ്പോ കേട്ടില്ലേ? അയാൾ വാചകം മാറ്റിയാണ്, മനഃപൂർവ്വം മാറ്റിയാണ്. എന്നിട്ട് പറയാ ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു. അതതിനെ കണ്ടോ, ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു. അപ്പോ പറഞ്ഞ വാചകം മാറ്റി പറഞ്ഞിട്ട് കള്ളസാക്ഷി പറയാണ്. ഷഹാദത്തുസ്സൂർ, അലാവ ഷഹാദത്തുസ്സൂർ, അലാവ ഷഹാദത്തുസ്സൂർ, അലാവ ഷഹാദത്തുസ്സൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി ഇരിക്കുന്ന സ്ഥലത്ത്, ഈ കിടക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റി ഇരുന്നിട്ടോ മറ്റോ ഗൗരവത്തോടെ പറഞ്ഞതാണ് ഏറ്റവും വലിയ തെറ്റ്. കള്ളസാക്ഷി പറയാണ് സാക്ഷി. അത് കേട്ടോളി. എന്താ അയാൾ പറഞ്ഞത് നമുക്ക് നിങ്ങൾ കേട്ടല്ലോ. ഹമീദ് ഫൈസി എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ഖാസിമി കള്ളസാക്ഷി പറയുന്നത് കേട്ടോളി. സത്യത്തിൽ പറ്റിച്ചാളാ ഹമീദ് ഫൈസിയ. അതിനെ സത്യ ഖസ്റജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഹമീദ് ഫൈസി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു ഖസ്റജിയുടെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുവന്ന മുടിയാവുമ്പോ എതിർക്കാൻ കഴിയില്ലല്ലോ. ആ ഇടക്ക് ഖസ്റജിയുടെ മുടിയെപ്പറ്റി പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരു മുടിയെപ്പറ്റി അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരിക്കാം. അത് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതാണ് സത്യത്തിൽ ഇവിടെ പറ്റിച്ചത് അമീർ ഫൈസിയ. എന്നാൽ അമീർ ഫൈസി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്താളാ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഞാൻ വന്ന ഉടനെ തന്നെ പിന്നെ എന്നോട് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചു, ഖസ്റജിയുടെ വീട്ടിലെ മുടിയാണെങ്കിൽ സ്വീകരിക്കാൻ അമീർ ഫൈസി പറഞ്ഞിട്ടുണ്ടല്ലോ, അമീർ ഫൈസി നിങ്ങളെ ഇത്ര വലിയ ആളല്ലേ, നിങ്ങൾ അംഗീകരിക്കും. ഞാൻ വന്ന ഉടനെ അമീർ ഫൈസിയോട് പറഞ്ഞു, നിങ്ങൾ വല്ലാത്തൊരു പൊല്ലാപ്പാണ് ഉണ്ടാക്കിയത്. കാരണം ഖസ്റജിയുടെ വീട്ടിൽ മുടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അമീർ ഫൈസി പറഞ്ഞു, ഞാനുണ്ട്. പക്ഷെ പറഞ്ഞത് ഇങ്ങനെയാ. സത്യത്തിൽ പറ്റിപ്പോയത് അമീർ ഫൈസി എത്തിപ്പായി ചെയ്തതാണ്. ഖസ്റജിയുടെ വീട്ടിലുള്ള മുടി അതിനെ സംബന്ധിച്ച് ഹമീദ് ഫൈസി പറഞ്ഞ വാചകം മാറ്റി പറഞ്ഞ് കള്ളസാക്ഷി പറയുകയാണ് ഖാസിമി ചെയ്യുന്നത്. എല്ലാവർക്കും കിട്ടില്ലേ? നിങ്ങൾ ഒരു കാര്യം ചെയ്തോളി, 2 ക്ലിപ്പും കൂടി കൂട്ടിയിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. എന്നാൽ അതിനൊരു രസം ഉണ്ടാകാം.
അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. എന്നാൽ അമീർ വെച്ച് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്താളാ. ഹസ്റജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമീർ ബൈസി. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞ വാചകം വേൾഡിൽ അറിയപ്പെട്ടതാണ്, അവിടെ രേഖ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ നിലക്ക് പൂർണ്ണമായി സ്ഥിരപ്പെടുത്തി പറഞ്ഞ വാചകം. വേൾഡിൽ അറിയപ്പെടുന്ന തവാത്തുർ കൊണ്ട് അറിയപ്പെട്ടതാണെന്ന് എൻ്റെ അർത്ഥം. വേൾഡിൽ അറിയപ്പെടാൻ തവാത്തുർ. പിന്നെ സെനത് ചോദിക്കേണ്ടയില്ല. സെനത് ചോദിക്കാൻ തന്നെ പറ്റില്ല. കാരണം തവാത്തുറായിട്ട് അറിയപ്പെട്ട സംഗതി. ഉദാഹരണത്തിന് അമേരിക്ക ഉണ്ട്, അതിനെന്താ സെനത്? സെനത്തിന്റെ ആവശ്യമില്ല, അറിയപ്പെട്ട സംഗതി. ഇപ്പൊ ഒരാള് ഡൽഹി ഉണ്ട്, അതിനെന്താ സെനത്? സെനത്തിന്റെ ആവശ്യമില്ല. ആ നിലക്ക് അറിയപ്പെട്ട സംഗതി, വേൾഡിൽ അറിയപ്പെട്ട സംഗതിയാണ്. രേഖ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അയാൾ പറയും. അതേ മനുഷ്യനാണ് അത് ഹസ്റജിയുടെ മകൻ കാന്തപുരം ഉസ്താദിന് കൈമാറി എന്ന് കേൾക്കുമ്പോ ഉടനെ അയാളും അയാൾക്ക് കള്ളസാക്ഷി പറയുന്ന കാസിമിയും ഒക്കെ നിഷേധിക്കുന്നു. അപ്പൊ ഇത് അസൂയ കൊണ്ടല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ്? ഏത് മനുഷ്യനും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അസൂയുണ്ട്. ഒരു സംശയത്തിന് അവകാശം അസൂയ മാത്രമാണ്. നമ്മുടെ സഹോദര സംഘടനയായ അപ്പുറത്തെ സമസ്തയും അതൊക്കെ വിശ്വസിച്ച് എത്രയോ മുഅ്മിനീങ്ങൾ, നല്ല മനസ്സുള്ളവർ, അതിനെ സഹായിക്കുന്നവരും അതുപോലെ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഞാൻ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പൊ എന്താ ഖാസിമി പറഞ്ഞത് നിങ്ങൾ കേട്ടു. ഹമീദ് പറ്റിച്ചതാണ്. എന്തെന്നാ പറഞ്ഞ് പറ്റിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലാത്ത ഒരു മുടിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി വേൾഡിൽ അറിയപ്പെട്ടത്, രേഖ സൂക്ഷിച്ചത് എന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞ് പറ്റിച്ചു. ഇപ്പോൾ കാന്തപുരത്തിന്റെ കയ്യിലെത്തിയപ്പോൾ അത് ഞങ്ങൾ പറ്റിച്ചതാണ് എന്ന് വ്യക്തമായിട്ട് പറയാം. അപ്പൊ ഇവർ കളിക്കുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടല്ലേ കളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം കൊണ്ടല്ലേ കളിക്കുന്നത്? ദീന് കൊണ്ടല്ലേ കളിക്കുന്നതും പറ്റിക്കുന്നതും? ദീനല്ലേ ഇത്? ദീന് കൊണ്ടല്ലേ ഈ വഞ്ചന നടത്തുന്നത്? അത് അവരെന്നെ സമ്മതിച്ചില്ലേ? അപ്പോ വാസ്തവത്തിൽ ഈ കൊണ്ടുവന്ന മുടി വലിയ ബർക്കത്തുള്ള മുടിയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇവരുടെ ഇത്തരം കള്ളസാക്ഷികളും ഇവരുടെ വാക്കുമാറ്റലും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആ മുടി കാരണമായി എന്നതാണ്. അത് ഈ മുടിന്റെ വലിയ ബർക്കത്താണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദരില്ലദീന ഇത്തഖദൂ ദീനഹും ലഇബൻ വലഹുവൻ
വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയ, ദീനിനെ കളിയും തമാശയും ആക്കി മാറ്റിയിട്ടുള്ള കക്ഷികളെ കൈയൊഴിക്കണം. വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയ, അവരെ ദുനിയാവിന്റെ ജീവിതം ചതിച്ചു കളഞ്ഞിരിക്കുന്നു. ഖുർആൻ. എന്നിട്ട് ശേഷം അത്തരം കക്ഷികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ കസബത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യുൻ വലാ ശഫീഉൻ വഇൻ തഅദിൽ കുല്ല അദിലിൻ ലാ യുഖദ് മിൻഹാ ഉലൈക അല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ ലഹും സറാബ് من حميم وعذاب أليم بما كانوا يكفرون. അത്തരം കക്ഷികളെ കൈയൊഴിക്കണം, അവരെ ദുനിയാവ് ചതിയിൽപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാൻ. ദുനിയാവ് ചതിയിൽപ്പെടുത്തി എന്ന സ്ഥലത്ത് ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവരെങ്ങനെ ദുനിയാവിന്റെ ചതിയിൽപ്പെട്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തിന്റെ തഫ്സീർ. എങ്ങനെയാ അവർ ദുനിയാവിന്റെ ചതിയിൽപ്പെട്ടത്? അത് വളരെ അർത്ഥവത്തായ വിശദീകരണം. കണ്ടാൽ തോന്നും ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവരെ പറ്റി തന്നെ എഴുതിയതാണെന്ന് തോന്നും. ആ നിലക്കാണ് വിശദീകരണം. കേട്ടോളി. അള്ളാന്റെ ദീനിനെ സഹായിക്കുന്നവരാരും എന്ന വിശദീകരണം. അന്നൽ മുഹഖ്ഖിഖ ഫിദ്ദീനി, ദീനിന്റെ കാര്യത്തിൽ ഹഖ് ഹഖായി മനസ്സിലാക്കി തെളിവ് സഹിതം പറയുന്ന ആളുകൾ, ഹുവല്ലദീ യൻസുറുദ്ദീന, അവരാണ് ദീനിനെ സഹായിക്കുന്നവർ. ലിഅജ്ലി അന്നഹു ഖാമദ് ദലീലു അന്നഹു ഹഖ്ഖുൻ വസിദ്ഖുൻ വസവാബ്, സത്യമാണ് ശരിയാണ് എന്നതിന് തെളിവ് കിട്ടിയതനുസരിച്ച് ദീനിനെ സഹായിക്കുന്നവർ അത് ദീനിന്റെ കാര്യം തെളിവ് സഹിതം ഹഖായി പറയുന്നവരാണ്. ഫഅമ്മല്ലദീന യൻസുറൂനഹു, എന്നാൽ ദീനീ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, ലിയതവസ്സലൂ ബിഹി, അതുകൊണ്ട് അവരെ ഉദ്ദേശം എന്താണ്? അൻ ഇലാ അഖ്ദിൽ മനാസിബി, സ്ഥാനമാനം കിട്ടാൻ വേണ്ടി ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, വരിയാസത്തി, നേതാവാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, വഗലബത്തിൽ ഖസ്മി, എതിരാളിയെ നേരിടാൻ വേണ്ടി, എതിരാളിയെ ജയിക്കാൻ വേണ്ടി എന്തും പറഞ്ഞ് ദീനീ പ്രവർത്തനം നടത്തുന്നവർ, വജംഇൽ അംവാലി, അതുപോലെ ദീനീ പ്രവർത്തനത്തിലൂടെ പണം ശേഖരിച്ച് സ്വന്തത്തിൽ കൈപ്പറ്റണം എന്ന് മനസ്സിലാക്കി അങ്ങനെ ദീനീ പ്രവർത്തനം നടത്തുന്നവർ, ഫഹും നസറുദ്ദീന ലിദ്ദുനിയാ, അവര് ദുനിയാവിന് വേണ്ടി ദീനിനെ സഹായിച്ചവരാണ്. വഖദ് ഹഖമല്ലാഹു അല ദുനിയ, ദുനിയാവിനെ കുറിച്ച് അല്ലാഹു തീരുമാനം പറഞ്ഞു. ഫീ സായിരിൽ ആയാതി, മറ്റ് പല ആയത്തുകളിലും ബിഅന്നഹാ ലഇബുൻ വലഹുൻ, അത് ലഇബും ലഹുവുമാണെന്ന്. ഫൽ മുറാദു മിൻ ഖൗലിഹി, അപ്പോൾ അല്ലാഹു പറഞ്ഞല്ലോ, വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹുവൻ എന്ന് പറഞ്ഞല്ലോ. ഹുവൽ ഇസാറതു, ആയത്ത് കൊണ്ട് ചൂണ്ടുന്നത് ഇലാ മൻ യതവസ്സലു ബിദീനിഹി ഇലാ ദുനിയാഹു, ദീന് കൊണ്ട് ദുനിയാവിലെ നേതൃസ്ഥാനവും പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചിയും അതുപോലെ തന്നെ ആദരവും ബഹുമാനവും അങ്ങനെ ദുനിയാവുണ്ടാക്കാൻ വേണ്ടി, ദുനിയാവിലെ സ്ഥാനമാനത്തിന് വേണ്ടി ദീനിന്റെ പ്രവർത്തനം ഉപയോഗിക്കുന്ന കക്ഷികളിലേക്കാണ് ഈ ചൂണ്ടൽ അല്ലാഹു ചൂണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഇമാം റാസി പറയുന്നു, വഇദാ തഅമ്മൽത ഫീ ഹാലി അക്സരിൽ ഖൽഖി, ഒരുപാട് ആളുകളുടെ സ്വഭാവവും അവസ്ഥയും നിങ്ങൾ ചിന്തിച്ചാൽ, വജത്തഹും മൗസൂഫീന ബിഹാദിഹി സിഫതി, ഇതേ നിലവാരത്തിൽ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വദാഖിലീന തഹത ഹാദിഹിൽ ഹാലതി, ഈ അവസ്ഥയിൽ അവരും പ്രവേശിച്ചത് കാണും. ദീനിനെ കളി, ലൈബും ലഹുമാൻ, ദുനിയാവിന്റെ സ്ഥാനമാനത്തിന് വേണ്ടി അത് അമീർ ഫൈസ് പറ്റിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി അല്ലാത്ത ഒന്നിന് രേഖ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് വേൾഡിൽ അറിയപ്പെട്ടതാണെന്ന് പറഞ്ഞ് പറ്റിച്ചതാണ്. ഇത് പരസ്യമായിട്ട് പറയാണ് കാസിമി. അങ്ങനെയാണ് കാന്തപുരത്തിന് പറ്റിപ്പോയത്, പറ്റിച്ചതാണ്. ഇതല്ലേ ദീൻ കളിയാക്കൽ, ഇതല്ലേ ദീൻ തമാശയാക്കൽ? അവരെ പറ്റി അല്ലാഹു പറയാണ്, അത്തരം കക്ഷികളെ പറ്റി അവരുമായി നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, വദക്കിർ ബിഹി, ഖുർആൻ ഓതിയിട്ട കക്ഷികൾക്ക് നിങ്ങൾ വഅദ് പറഞ്ഞു കൊടുക്കണേ. അൻ തുബ്സല നഫ്സും ബിമാ കസബത്,
എന്തുകൊണ്ട്? അവർ പ്രവർത്തിച്ച കാരണം കൊണ്ട് നാശത്തിലേക്ക് അവരുടെ ശരീരം ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ അവർക്ക് ഖുർആൻ ഓതി വഅദ് പറഞ്ഞു കൊടുക്കണം. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യുൻ വലാ ശഫീഅ്. ഒരു സഹായിയും ഒരു ശുപാർശക്കാരനും അത്തരം കക്ഷികൾക്കില്ല. വഇൻ അദിൽ കുല്ല അദിലിൻ, പടച്ചവന്റെ കോടതിയിൽ വെച്ച് എന്ത് കൊടുത്താലും ലാ യൂഖദ് മിൻഹാ, അവിടെ അത് സ്വീകരിച്ചിട്ട് ശിക്ഷയിൽ നിന്നുള്ള രക്ഷപ്പെടുത്തൂല. ഉലൈകല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ, അവരവർ പ്രവർത്തിച്ച കാരണം കൊണ്ട് ആ നിമിത്തം കൊണ്ട് പടച്ചവന്റെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നവരാണവർ. അവർക്ക് പുണ്യകേശം മുക്കിയ വെള്ളമല്ല, പുണ്യകേശം മുക്കിയ വെള്ളം കുടിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് ലഹും ശറാബും മിൻ ഹമീം, അവർക്ക് ഹമീമാകുന്ന നരകത്തിലെ ചൂടുള്ള വെള്ളം കുടിക്കാനാണ് ഹതഭാഗ്യമുണ്ടായത്. പിന്നെയോ അദാബുൻ അലീമും ബിമാ കാനൂ യക്ഫുറൂൻ, സത്യത്തെ നിഷേധിച്ച കാരണം കൊണ്ട് അവർക്ക് കഠിനമായ ശിക്ഷയാണ് നബിയേ. സത്യമാണെന്ന് ശരിക്കും ബോധ്യപ്പെട്ട് അത് പ്രഖ്യാപിച്ച് എന്നിട്ട് പിന്നീട് അത് നിഷേധിക്കുന്ന നിഷേധികൾ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിമുക്കിയ വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടൂല. അല്ലാഹു തആല നന്നാക്കട്ടെ, തൗബ ചെയ്യാൻ അല്ലാഹു തആല ഭാഗ്യം കൊടുക്കട്ടെ. ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഹസർജിയുടെ മകനാണ് ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഹസർജി. എല്ലാവർക്കും അറിയാം. ഇയാൾ മകനൊന്നുമില്ല, കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരുത്തനാണ്. എങ്ങനെ ഒരു മുടി അമ്മക്ക് തന്ന വകയിൽ UAE-യുടെ ഔഖാഫിന്റെ മന്ത്രിയായിരുന്ന മുഹമ്മദ് ഹസൻ ഹസർജിക്ക് ഒരു മകൻ നഷ്ടായി. അതൊന്ന് കേട്ടോളികൾ. ഹസ്രജി അല്ലത്, ഹസ്രജിന്റെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരാളാണ്. അല്ല, ഇയാള് പിന്നെ UAE-യിലെ ഫേമസ് ആയ ഒരാളാണല്ലോ, ശരിക്ക് അറിയപ്പെട്ട ഒരാളാണല്ലോ. അല്ല, അത് ഹസ്രജി. അല്ല, ഇപ്പൊ കൊടുക്കുന്ന ആളുണ്ടല്ലോ, ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പ് കണ്ടു. ആ സെനതടക്കം വായിച്ചിട്ട് കൊടുക്കുന്നത്. അയാള് UAE-യിൽ വളരെ ഫേമസ് ആയ ആളാണ്. അത് ആ ഫേമസ് ആയ ഹസ്രജി അയാളല്ലത്, അയാളെ മകനാണത്. അയാളെ മകനാണത്. മകനാണോ? വലിയ ഹസർജിയുടെ മകനാണ് അയാള്. പിന്നെ മാത്രല്ല അല്ല, കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരാളാണ്. എന്താണ് നിങ്ങളുടെ ഇവരാണ് എന്നായ തോന്നുന്നത്? എന്തിനാണ് ഈ അറിയാത്ത കാര്യം പറയാൻ പോകുന്നത്? എന്തൊരു വിദ്വേഷമാണ്! ലാ യജ്രിമന്നകും സനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇദിലൂ. ഒരു വിഭാഗത്തോടുള്ള വൈരാഗ്യം നീതി ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത് കേട്ടോ. പരിശുദ്ധ ഖുർആൻ ഇത് അംഗീകരിച്ച് നീങ്ങേണ്ടവരല്ലേ പണ്ഡിതന്മാർ, ഇത് സ്വീകരിക്കേണ്ടവരല്ലേ മുസ്ലിം ഉമ്മത്ത്. നിഷ്പക്ഷമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി നിങ്ങൾക്ക് കേൾക്കണം. ഇയാൾ പറയുന്നേ മുടിയിട്ട വെള്ളം രാജ്യവ്യാപകമായി വിറ്റ് കാശാക്കുകയാണ് ഏഷ്യാനെറ്റിൽ. ആരാ പറയുന്നത്? ഒന്ന് കേട്ടോളി, കേട്ടിട്ട് പറഞ്ഞുതരാം. ഞാൻ ചോദിക്കട്ടെ, മർക്കസ് സഖാഫത്തി സുന്നയിൽ ഇക്കഴിഞ്ഞ റബീഉൽ അവ്വൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് മുടിയിട്ട വെള്ളം വാങ്ങിപ്പോയി. ചിലരൊക്കെ അവിടുന്ന് കുടിച്ചു, നേരെ വീട്ടിൽ കൊണ്ടുപോയി. ചോദിക്കട്ടെ, 50,000 കുപ്പി, ഒരു കുപ്പിക്ക് 2 രൂപ കൂട്ടി കയറ്റവും ചെയ്യും. അപ്പൊ 1 ലക്ഷം റുപ്യ കുപ്പിക്ക് വരൂല. 50,000 കുപ്പിയിൽ നിറച്ചിട്ടു. എന്നിട്ട് 1 നയാ കാശ് കുപ്പിക്ക് പോലും വാങ്ങാതെ ലക്ഷങ്ങൾക്ക് വെള്ളം കൊടുത്തു. 1 നയാ കാശ് വാങ്ങിയിട്ടില്ല. എന്നിട്ട് യാതൊരു വിഷമവും ഇല്ലാതെ പ്രസംഗിക്കാണ്. ഏഷ്യാനെറ്റിലും പറയാണ് എന്ത്? നാടായ നാട് മുഴുവനും രാജ്യവ്യാപകമായി വിറ്റ് കാശാക്കുന്നു. മർക്കസ് സഖാഫത്തി സുന്നിയിൽ നിന്ന് ഒരൊറ്റ ഉറ്റുവെള്ളം 1 നയാ കാശും വാങ്ങിക്കൊടുത്തിട്ടില്ല. ഏതുപോലെ വളരെ ബറക്കത്തുള്ള വെള്ളമാണ് സംസം വെള്ളം. 5 പൈസ സൗദി ഗവൺമെന്റ് ആ വകയിൽ വാങ്ങാറില്ല. ഇതുപോലെ വേലൂരിലും മറ്റും ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അതിട്ട വെള്ളം അവിടുന്ന് കൊടുക്കാറുണ്ട്, അവരും വാങ്ങാറില്ല. അങ്ങനെ
ഒരു സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിട്ട വെള്ളം അത് സൂക്ഷിച്ചവർ വിതരണം ചെയ്യുമ്പോൾ വാങ്ങാറില്ല. ഇനി ഏതെങ്കിലും ഒരാള് വാങ്ങി കൊണ്ടുപോയിട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദി അല്ലല്ലോ. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലോ. അത് വേറെ 50,000 കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ കൊടുത്തു തന്നെ വേറോരുത്തർ കൊണ്ടുവന്ന കുപ്പിയിലല്ലാതെയും അതുപോലെ എത്രയോ വേറുണ്ട്. അതുകൊണ്ടാണ് 50,000 കുപ്പിയിൽ എങ്ങനെ ലക്ഷങ്ങൾക്ക് വെള്ളം കൊടുക്കാന്ന് ഒരുത്തന്റെ സംശയത്തിന്റെ കാലാന്നല്ലോ. സുജൂച്ചി മണീറ്റ് പോയെങ്കിലോ എന്ന് സംശയം ഉണ്ടാവില്ല. അതുകൊണ്ടാ പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മൾ കുപ്പിയിലിട്ട് കൊടുത്തേ പറഞ്ഞത്. വേറുള്ളത് വേറെ ഉണ്ട് ഒരുപാട്. അത് കുടിക്കല്ല 10 ലക്ഷം കുടിക്കുക വേറെ വിഷയം. മുടിയിട്ട വെള്ളം എന്ന് പറഞ്ഞ് രാജ്യവ്യാപകമായി വെള്ളം കൊണ്ടെത്തിച്ച് അത് വമ്പിച്ച വിലക്ക് വിറ്റഴിച്ചുകൊണ്ട് കാശ് പ്രവർത്തിച്ചുകൊണ്ട് അപ്പൊ ജനങ്ങൾക്കിടയിൽ വിശ്വാസികൾക്ക് പ്രവാചകനുള്ള സ്നേഹം ചൂഷണം ചെയ്തുകൊണ്ട് ഇങ്ങനെ കാശ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആധികാരികമല്ലെങ്കിൽ തുറന്നു പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. മനസ്സിലായില്ലേ? അപ്പൊ തുറന്നു പറയാൻ ബാധ്യസ്ഥരാണ്. എന്താണ്? മുടിയിട്ട വെള്ളം വിറ്റ് കാശാക്കുന്നു. ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ അവിടെ മുടിയിട്ട വെള്ളം വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ പല സ്ഥലത്തുനിന്നും ആളുകൾ വരും. ഞാൻ അന്ന് കഴിഞ്ഞ കൊല്ലം അതിന്റെ മുമ്പത്തെ കൊല്ലം പല വെള്ളവും കുടിക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് അന്ന് എനിക്ക് വളരെ ദൂരം ഒരു പരിപാടി ആയതുകൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അവിടെ ഞാൻ ചോദിക്കുക, ഞാൻ നേരിൽ കാണാത്ത ഒരു കാര്യം ചോദിക്കാൻ, നിങ്ങൾ പോയ ആളുകൾ ഈ പ്രാവശ്യം റബീഉൽ അവ്വൽ പോയിട്ട് വെള്ളം വാങ്ങിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേൽപ്പിക്കുക. ഈ പ്രാവശ്യം പോയിട്ട് വാങ്ങിയ ചോദിക്കട്ടെ നിങ്ങളോട്, ഏതെങ്കിലും ഒരാളോട് ഒരു നയാക്കാശ് അവിടുന്ന് വാങ്ങിയതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഒരൊറ്റ കുട്ടിയോട് വാങ്ങിയത് ലോകത്തിലാക്കി തെളിയിക്കാൻ കഴിയില്ല. എന്തിനാണ് ഇവരിങ്ങനെ സംഘടനാ പ്രവർത്തനം കളവിലൂടെ നടത്തുന്നത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? എന്താ രസമെന്നറിയോ? വേറൊരാള് അയാളാരാ? അയാള് വേലൂരിൽ നിന്ന് വെള്ളം കൊണ്ടുവച്ച് വിറ്റാളാ. വേലൂരിൽ നിന്ന് അവര് സൗജന്യമായിട്ട് കൊടുത്ത്, അപ്പൊ അത് കൊണ്ടുവന്ന് വിറ്റ്. അങ്ങനത്തെ ഒരാള് പറയുന്നത് എന്താ പറയുന്നത് അറിയോ? ഒന്ന് 10,000-നും വിറ്റ്, 1,000-നും വിറ്റ്, 100-നും വിറ്റ്, പിന്നെ ഇത് ബാക്കിയായപ്പോ തെങ്ങിന്റെ മരത്തുകൊണ്ടിട്ട് വെച്ച് പറയാനൊരാള്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇവരും അള്ളാഹു ഇവർക്ക് വിശ്വാസം ഉണ്ടോ പറയാൻ? എന്ത് പറയാന്? ഏപ്പിന്റെ ജീവിതത്തിൽ ഈ വെള്ളം കുടിക്കൂല, കുടിച്ചിട്ടുമില്ല. കാരണം ഇതേതോ അറബി പെണ്ണിന്റെ മുടിയാ, അത് ഏപ്പിക്കറിയാം. അതുകൊണ്ട് ഏപ്പി ഇത് കുടിക്കൂല. ഇനിയും കേട്ടോളെ. പിന്നെ പറയാണ് എന്താണ്, ഇത് 10,000-നും 1,000-നും 100-നും വിറ്റു. ഇത് പറഞ്ഞപ്പോ, ഇത് കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചപ്പോ എനിക്ക് തൊട്ടടുത്ത് തന്നെ 1-2 പരിപാടി. ഞാൻ അവിടുന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ കുട്ടിക്ക് നമ്മൾ പൈസ വാങ്ങിയിട്ടില്ല. ഇപ്പറഞ്ഞൊക്കെ കളവാണ്. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇവര് CD ഇറക്കി. ഇയാൾ എന്നെ പറഞ്ഞു CD ഇറക്കി എല്ലാ സ്ഥലത്തും എത്തിക്കണോ. CD ഇറക്കിയപ്പോ ഇത് കട്ടാളിഞ്ഞു. അവര് തന്നെ കട്ടൂൻ. ആ കോഴിക്കോട്ടെ പ്രസംഗത്തിൽ അവര് പറഞ്ഞത് ഇപ്പൊ പുതിയ ഇറക്കിയ സൂടിയിലില്ല. കാരണം അവിടെ പോയ ഒരുപാട് ആളവരെ സദസ്സിലുണ്ട്. അവരൊക്കെ പറഞ്ഞത് ഈ കാസിമി പറഞ്ഞ് കളവാണ് 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 എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് CD ഒഴിവാക്കി കളഞ്ഞു. CD ഒഴിവാക്കിയിട്ട് കാര്യമുണ്ടോ? ആദ്യം പിടിച്ച് നമ്മൾ എടുത്തില്ലേ? അതൊന്ന് വെച്ചു കൊടുത്താമനെ. നിങ്ങളെ ഒരു ബക്കറ്റ് കളക്ഷനുണ്ട്. എല്ലാവരും നമുക്ക് ഏതായാലും നമ്മുടെ കയ്യിൽ മുടിയില്ല. ഈ മുടി ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്നും ഉദ്ദേശിക്കണമില്ല. മുടിയുള്ള നാടറിയാം അള്ളാഹുവിടെ പോയൊക്കെ കുടിക്കാൻ നമുക്ക് തോന്നിയിട്ട് ചെയ്യട്ടെ. അതുകൊണ്ട് ഇതിലെല്ലാവരും നിക്ഷേപിക്കണം. എല്ലാവരും ഈ പരിപാടി കടമില്ലാതെ കഴിഞ്ഞു പോകാനുള്ള ഒരു സംഭാവന എല്ലാവരും ചെയ്യണം. ഈ കാസറ്റ് വാങ്ങി ഓരോ പ്രദേശങ്ങളിലും എത്തിച്ച് എല്ലാവരും വളരെ ചെറിയൊരു വിലക്ക് ഈ കാസറ്റ് വളരെ കുറഞ്ഞൊരു വിലക്ക് നാളെയോ മറ്റോ ആ കാസറ്റ് കിട്ടും. ആ കാസറ്റ് ഉടനെ പറക്കണം. ആ കേസറ്റ് എല്ലാവരും ഓരോ പ്രദേശത്തിലും കാണിച്ച് വലിയ രസമില്ലാന്നാൽ എന്നോട് കാസർകോട്ടെ ഒരു സംഘം ആളുകൾ ഈ മുടിയുടെ വെള്ളത്തിന് പോയ ആളുകൾ പറഞ്ഞു അവർക്ക് സംശയം ഉണ്ടാവാനുള്ള കാരണം വെള്ളം കൊടുത്ത് വെള്ളം തീർന്നില്ല. അപ്പോൾ ഒരു ബാക്കിയുള്ള വെള്ളം തെങ്ങിന്റെ വീട്ടിൽ കുഴിച്ചു പോകുമ്പോൾ അപ്പോൾ അവർക്ക് തോന്നി ഇങ്ങനെയാണ് ഒരുപാട് മുടിയുടെ വെള്ളമാണെങ്കിൽ ഇവിടെ തെങ്ങിന്റെ വീട്ടിൽ കുഴിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം 10,000-നും 1,000-നും 101-നും വരെ വിറ്റിട്ട് പിന്നെ വെള്ളം പക്കയിരുന്നു മക്കത്തൊന്ന് കൊണ്ടുപോയ വെള്ളം അത് തൊട്ടടുത്ത തെങ്ങിന്റെ കുഴിച്ചിട്ട് അവർ കൊണ്ടുപോകുന്നു. ഹബീബാടെ മുടിയിട്ട വെള്ളത്തിന് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി മുടിയാണെങ്കിൽ എങ്ങനെ മനുഷ്യൻ അങ്ങനെ ചെയ്യും?
അപ്പൊ അവർക്ക് തന്നെ ഇത് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് തന്നെ ഇക്കാര്യത്തെ കുറിച്ച് അറിയാം. ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും അവർക്ക് മുന്നിലടി വെള്ളം കുറിച്ചുണ്ടാവില്ല. കാരണം മുടി നമ്മുടെ മുടിയാണല്ലോ, ഏറ്റവും ഒരുക്കുന്ന മുടിയായിരിക്കും. ഇത്ര വലിയ മുടിയാവോ? ഏതെങ്കിലും അറബിപ്പെണ്ണിന്റെ മുടിയാവാനാണ് സാധ്യത. അല്ല, ഭക്ഷണത്തിൽ മുടി കിട്ടാൻ പറഞ്ഞാൽ ഭക്ഷണത്തിൽ മുടി കിട്ടിയത് പോലെ ഒരു ചെല്ലാണ്. അപ്പൊ അത് മനുഷ്യന് വലിയ വിഷമുണ്ടാക്കും. അപ്പൊ ഈ മുടി ഏതോ ജോർദാനിലോ യു എയിലോ മറ്റൊക്കെയുള്ള ഏതെങ്കിലും ഒരുത്തിയുടെ മുടിയാവാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ ആ മുടിയുടെ വെള്ളം കുടിക്കാൻ അഭ്യാസം ആർക്കുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും പോക്കർ മുട്ടിയാൽ പോലും ഈ മുടിയുടെ വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് കാര്യത്തെ കാര്യമായി മനസ്സിലാക്കുകയും ഹക്കിന്റെ കൂടെ നിൽക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഹക്കിന്റെ കൂടെ നിൽക്കണം കേട്ടോ. ഇനി പറയട്ടെ, കാസർഗോഡുള്ള ആള് കണ്ടു എന്ന് പറഞ്ഞു തെങ്ങിന്റെ മരത്ത് വയ്ക്കുന്നത്. തെളിവില്ലാതൊന്നും പറയാൻ പറ്റൂല. ഞാൻ ചോദിക്കുന്നു, വിനയത്തോടെ ചോദിക്കാൻ, ആ കാസർകോട്ടുകാരെ കണ്ടാളൊന്ന് ഞങ്ങൾക്ക് കാണിക്കുക. തെങ്ങിന്റെ മരട്ട് കൊണ്ടുപോയി ഒഴിക്കുന്നത്, 10,000 രൂപ വാങ്ങുന്നത്, 1000 വാങ്ങുന്നത്, 100 രൂപ വാങ്ങുന്നത്. എന്തിന്? വെള്ളത്തിന്. വെള്ളത്തിന് വാങ്ങുന്ന അതിന്റെ അകപ്പത്തെ ഹോട്ടലിൽ ചായ കുടിച്ചിന്റെ വാങ്ങിണ്ടാവും. മർക്കസിൽ ആർക്കും നേർച്ചന്റെ കൊടുത്തിട്ടുണ്ടാവും. സംഭാവന ചെയ്യാൻ വന്ന സംഭാവന കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, വെള്ളത്തിന് ഒരു നയാക്കാശെങ്കിലും വാങ്ങി അല്ലെ വെള്ളം ബാക്കിയായിട്ട് തെങ്ങിന്റെ മരട്ട് കൊണ്ടുപോയി ചോദിച്ചത്? അത് ഏത് തെങ്ങ? മർക്കസിൽ അങ്ങനെ വയ്ക്കണേ അത്ര അടുത്തൊന്നും തെങ്ങുണ്ടാവില്ല, കുറെ ദൂരെ കൊണ്ടുപോയി ആയിരിക്കട്ടെ. അങ്ങനെ ഏത് തെങ്ങിനാ ഒഴിച്ചത്? ആരാ കണ്ടത്? ചെലവ് തീർത്ത് ഞാൻ വഹിച്ചോളാം. ആളൊന്ന് ഹാജരാക്കി തരുമോ? കളവ് പറയുമ്പോ കുറച്ച് ആലോചിക്കട്ടെ. എന്നിട്ട് കളവും പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ? സത്യം അംഗീകരിക്കണേ. ശരിയാണ്, പടച്ചവനെ പേടിക്കണേ. ഓക്കെ, ആര് എന്നുള്ളതിനെ തർക്കമുള്ളൂ. ആര്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇതിനേക്കാളും നല്ല വയൽ വരുമില്ലേ നമ്മളെ നാദാവത്തൊന്ന് പാട്ട് പാടുന്ന ആൾ? എന്തായുള്ള വയൽ? പക്ഷേ വിശ്വാസം വേണ്ടേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അടുത്തത്, എന്നാല് നമ്മൾ ചൂഷണം ചെയ്തു നമ്മളെ പേരിൽ കള്ളം പറഞ്ഞു. എന്നാ ഈ കളവ് പറയുന്ന കക്ഷികൾ അവരെന്താ ചെയ്തത്? ഒരു നയാകാശും വാങ്ങാതെ വേലൂരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയിട്ട വെള്ളം കൊടുത്തു. ആ മുടിയിട്ട വെള്ളം വാങ്ങിക്കൊണ്ടുവന്ന് അതാ 25,000 ഉറുപ്പികയ്ക്ക് ഒരു കുപ്പി വിറ്റു. വേറൊരു കുപ്പിയും 25,000-ന് വിറ്റു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിന് വേലൂർ കമ്മിറ്റി ഉത്തരവാദിയല്ല, വേലൂരിൽ നിന്ന് വെള്ളം കൊടുത്തവർ ഉത്തരവാദിയല്ല, വിറ്റവർക്കല്ലേ ഉത്തരവാദിത്വമുള്ളൂ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെടുത്തുനിന്ന് വെള്ളം വാങ്ങിക്കൊണ്ടുപോയി ആരെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏതൊരു ഉത്തരവാദിത്വമുള്ളൂ, നമ്മക്കില്ല. ഇരിക്കട്ടെ, വേലൂർ കമ്മിറ്റിക്ക് ഉത്തരവാദിത്വമുണ്ടോ? ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു മുസ്ലിയാര് അത് വിറ്റ് പൈസയാക്കിയതിന് അവർക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് നിങ്ങൾ പറയോ? എന്നാ അതാരാ? അതൊന്ന് കേട്ടോളി. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാടുത്തത് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോ കുറെ കാര്യം നമുക്ക് മനസ്സിലായി. ഒന്ന്, വെല്ലൂരിൽ നിന്ന് വെറുതെ വെള്ളം കിട്ടി, അത് കൊണ്ടുവന്നിട്ട് 25,000-ന് ഒരു കുപ്പി വിറ്റ്, 2 കുപ്പി വിറ്റ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ, ഇത് വിറ്റ് കാശാക്കിയത് ആരാ? ആളെ നിങ്ങൾ കണ്ടല്ലോ. ഈ 2 കുപ്പി. ചോദിക്കട്ടെ, ഇവരല്ലേ ഈ സമുദായത്തിൽ ഇത് പറഞ്ഞു നടത്തുന്നത്? ഇനി ഞാൻ ചോദിക്കാണ്, തീർന്നില്ല. എന്നിട്ട് ഇയാള് പറയുന്നത്, നമ്മളെ കൊണ്ട് പറയാൻ ഇവർക്കൊക്കെ മൈക്ക് കിട്ടുന്നുണ്ട് അവിടെ മുജാഹിദ് ഉണ്ടാകുന്നത്, നമ്മക്ക് മൈക്ക് കിട്ടുന്നുണ്ടോ മുജാഹിദ് ഉണ്ടാകുന്നത്? ഇയാളാ പറയുന്നേ. അതൊന്ന് വെച്ചെടുത്തോനെ. അതുകൊണ്ട് ഇതിന്റെ മറവിൽ കളിച്ചാൽ വഹാബികളെ ഞങ്ങൾ വിടൂല എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ മറവ് നിങ്ങൾ കളിക്കണ്ട. നിങ്ങള് അബദ്ധം ഇവർക്കൊക്കെ ധാരാളം, ഇവരെ അബദ്ധത്തിന് വേണ്ടി ഉണ്ടാകുന്നതാവാം. ഇവരൊക്കെ മൈക്ക കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആളെ കൂടുന്നതെന്നും ഞങ്ങൾക്കറിയാം.
മനസ്സിലായില്ലേ? ഞമ്മക്ക് മൈക്ക് കിട്ടുന്നതുകൊണ്ടാണ് ആള് കൂടുന്നത് എന്നറിയാം. അത് ഞമ്മക്ക് മൈക്ക് കിട്ടുന്നതുകൊണ്ട് മുജാഹിദ് കൂടാണ് പറഞ്ഞതിന്റെ തത്വം മനസ്സിലാവും. ഇത് കുറ്റ്യാടിന്നാ ഞാൻ പറയുന്നത്, കുറ്റ്യാടിന്നാ ഞാൻ പറയുന്നത്. സിറാജുൽ ഹുദന്റെ സമ്മേളനം കഴിച്ചൊരു സ്ഥലമുണ്ട്. അവിടെ ആദ്യം എന്തേലും ഉണ്ടായേ? മുജാഹിദിന്റെ മദ്രസ. ആ സാധനം ഉണ്ട് ഇപ്പൊ അവിടെ. ഉണ്ടോ? ഇല്ല. എനിക്ക് ചോദിക്കട്ടെ, ഈ കുറ്റ്യാടിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസ ഉണ്ടായിരുന്നോ? പള്ളി ഉണ്ടായിരുന്നോ? ശരിയോമ്പലത്തുണ്ടായിരുന്നോ? തോട്ടത്തങ്ങണ്ടിയിലുണ്ടായിരുന്നോ? വെള്ളഞ്ചേരിച്ചാലുണ്ടായിരുന്നോ? മണ്ണൂരുണ്ടായിരുന്നോ? അടുക്കത്തുണ്ടായിരുന്നോ? അങ്ങനെ തുടങ്ങി ഞാൻ എണ്ണട്ടെ. ഞങ്ങൾക്ക് മൈക്ക് കിട്ടിയിട്ടാണ് ഇവിടെ മുജാഹിദുകൾ ഉണ്ടാകുന്നതല്ലേ? എന്നാൽ പറയട്ടെ, രണ്ട് കാര്യത്തിന് പറയണം മറുപടി. ഒന്ന്, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മുടിയാണ്, സെനതുള്ള മുടിയാണ്, അതുകൊണ്ട് 25,000 എന്നാ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഞങ്ങളെപ്പോട് പറഞ്ഞില്ലേ എന്തേ സെനത് പ്രസിദ്ധീകരിക്കാത്തതെന്ന്? സെനത് നിങ്ങൾ ഔദ്യോഗികമായി വന്നാൽ എന്നും കാണിച്ചു തരാമെന്ന് ഞങ്ങൾ ഇന്നും പറയുന്നു. അതിന് മർക്കസ് പോണ്ട, ഞാൻ കാണിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയൊരു ചോദ്യമുണ്ട്. വെല്ലൂരിലെ വെള്ളമാണ്, അത് സെനതുള്ള മുടിയാണ്, അല്ല സെനതുള്ള മുടിയാണ്, ആ മുടിയുടെ വെള്ളമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിറ്റത്. ഞാൻ ചോദിക്കുന്നു, അതിന്റെ സെനത്, വെല്ലൂരിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളം വിറ്റ മുടിയുടെ സെനത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. കാരണം 50,000 വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. അതെ, അല്ലെങ്കിൽ 50,000 വാങ്ങിയവരോട് മറുപടി പറയണം, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ 5 പൈസ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ അപ്പുറത്തെ സംഘടനക്കാരോട്, നിങ്ങൾ ഡൽഹിയിൽ പോയി സെനത് വാങ്ങിയവരല്ലേ, പല സ്ഥലത്തും സെനതിന്റെ ബുക്ക് കിട്ടിയവരല്ലേ, അതുകൊണ്ട് നിങ്ങൾ ആ വെല്ലൂരിലെ സെനത് കൊണ്ടുവന്ന് ഈ സമുദായത്തിന്റെ മുമ്പിൽ പ്രസിദ്ധീകരിച്ചാലേ മുസ്ലിം സമുദായത്തിന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുള്ളൂ. നിങ്ങൾ ഫോണിൽ വിളിച്ചാൽ അവരിങ്ങ് കൊണ്ടത്തരും കേട്ടോ. അത് വാങ്ങേണ്ട കോലവും പറഞ്ഞുതരാം. നിങ്ങൾ കേരളത്തിൽ നിന്ന് SKSF ഓഫീസിൽ വിളിച്ച വെല്ലൂർ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, ഞങ്ങൾ 50,000 വിറ്റ്, നിങ്ങളോട് വെറുതെ വാങ്ങിയാണെങ്കിലും ഇവിടെ കൊണ്ടുപോയി നിങ്ങൾ 50,000 വിറ്റു. അതുകൊണ്ട് അതിന്റെ സെനതൊന്ന് കാണിച്ചു കൊടുക്കണം. ഒന്ന് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് സെനത് നിങ്ങൾ അയച്ചു തരുമോന്ന് ചോദിക്കാം. ഉടനെ കിട്ടും കേട്ടോ, ഫോൺ ചെയ്താൽ മതി. രണ്ടാമതായി ഞാൻ പറയട്ടെ, തീർന്നില്ല. നിങ്ങളല്ലേ 50,000 വിറ്റത്. ഇതെടുത്തിട്ട് നിങ്ങൾ മുജാഹിദിന് ഈ ലോകത്ത് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് തബറുക്കിനെതിരെ ശബ്ദിക്കാൻ നിങ്ങൾ സമയമുണ്ടാക്കിയില്ലേ? മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? 25,000 വിൽക്കുമ്പോ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത്, ആ മനുഷ്യന്റെ നെഞ്ഞു പൊട്ടിയില്ലേ? നിങ്ങൾ 25,000 വാങ്ങിയാലല്ലേ കൊടുക്കുള്ളൂ, 25,000 കിട്ടിയാലല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ സാധുക്കൾക്ക് ബറക്കത്ത് വേണ്ടേ എന്ന ചോദ്യം മുജാഹിദിനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ഞങ്ങളെ വഷളാക്കിയവരല്ലേ നിങ്ങൾ? എന്നിട്ട് ഞങ്ങൾക്ക് മൈക്ക് കിട്ടുന്ന ഇവിടെ മുജാഹിദിന് കാരണമല്ലേ? നിങ്ങൾ പറയണം മറുപടി. ഞാനിതാ മുജാഹിദിന്റെ ക്ലിപ്പ് വെക്കുന്നു. അത് റസൂലുള്ളാഹിയുടെ മുടിയാന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കൊണ്ട് മുടി ജ്യൂസ് കുടിപ്പിക്കുന്നു, അങ്ങനെ അതിൽ നിധി കാശാക്കുന്നു. അങ്ങനെ മഹാനീതനാണ് കാന്തപുരം മുസ്ലിയാർ എന്നാണ് ഈ മുസ്ലിയാർ പ്രസംഗിക്കുന്നത്. ഇവിടെ ഒന്ന് പ്രസംഗിച്ച അതേ മഹാനാണ്. എന്താണ് തന്റെ ഗ്രൂപ്പുകാരനോ തങ്ങളുടെ ഗ്രൂപ്പോ മോശമാണോ? പറ്റൂല. അവര് 3 ആക്കി, നമ്മൾ 10 ആക്കണം. അങ്ങനെ 10 ആക്കി നിങ്ങൾ കണ്ടു. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പിന്നീട് അറിയിച്ചാൽ മതി. ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ആർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടി ഇവിടെ തന്നെ വിതരണം ചെയ്യും. കണ്ടോ, കാന്തപുരം മുസ്ലിമല്ല, തന്റെ മുടിയെങ്കിലും പേരെടുത്ത് വെച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ മുടിയാണ്. ഇത് മുടിയില്ല, വെള്ളം മാത്രമേ ഉള്ളൂ എന്നാ.
ആ വെള്ളത്തിന് ഒരു കുപ്പിക്ക് 25,000 രൂപ. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? ബർക്കത്താക്കപ്പെട്ട റസൂലുള്ളാഹിയുടെ മുടികിട്ട വെള്ളാണെന്നാ. എങ്കിലും എല്ലാവർക്കും ഫ്രീ കൊടുക്കല്ലേ വേണ്ടത്? എല്ലാവർക്കും കിട്ടട്ടെ. പൈസക്കാരന് മാത്രം പാവപ്പെട്ടവനില്ലേ? 25,000 കൊടുക്കാനില്ലാത്തവനില്ല. ഒരു ബർക്കത്ത് വേണ്ടേ? ഒരു പോരിശ വേണ്ടേ? അങ്ങനെ കൊടുക്കൂല. അത് 25,000 കിട്ടിയാൽ ഒരു കുപ്പിക്ക് 25,000 വീതം തന്നാൽ അവർക്ക് തരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സ്റ്റേജിലേക്ക് വരണം. പിന്നീട് നമ്മുടെ ഉസ്താദ് അത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് 2 കുപ്പി വെള്ളം 50,000 രൂപക്ക് വിറ്റ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് മൗലവിയെ കൊണ്ട് ചോദിപ്പിച്ചത് നിങ്ങളല്ലേ? വകാന ഖാദമുൽ മദീനത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് മദീനത്തെ പാവപ്പെട്ട തൊഴിലാളികൾ വന്നിട്ട് ആ തൊഴിലാളികൾക്ക് എത്ര തണുപ്പുള്ള രാവിലെയാണെങ്കിലും വെള്ളത്തിൽ കൈമുക്കിക്കൊടുത്ത് ബർക്കത്ത് കൊടുത്ത ആളല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. അത് സാധുക്കൾക്ക് ആ ബർക്കത്ത് വേണ്ട? ഇനി ചോദിക്കട്ടെ, അതുകൊണ്ട് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി സംസം വെള്ളമോ മറ്റോ ഒരാൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാ നിങ്ങൾ എന്തെങ്കിലും സംഭാവന കൊടുത്തോളി, ഇത് നിങ്ങൾ ബർക്കത്തിന് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതേസമയത്ത് 25,000 ഉള്ളവന് തരും, അല്ലാത്തവന് തരൂല എന്ന് പറയുന്ന ഈ ശൈലി ശരിയുണ്ടോ? അത് ഇനി ഒന്നുകൂടി പറയട്ടെ. കേരളത്തിൽ മുജാഹിദീങ്ങളെ നിങ്ങൾ വിളിക്ക്, നിങ്ങൾ ചോദിക്കുക, കേരളത്തില് ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും എതിർപ്പുള്ള ആളാരാന്ന്? ആരാന്നാ മറുപടി ഉണ്ടാവുക? എന്റെ പേരേ കിട്ടുമ്പോൾ സംശയിക്കണ്ട. ഇനി ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ, എന്റെ ജീവിതത്തിൽ 30 കൊല്ലമായി ഞാൻ വേദ തുടങ്ങി. 30 കൊല്ലമായി ഞാൻ വേദ തുടങ്ങി. 20 കൊല്ലത്തിന്റെ വരെ ഞാൻ സ്ഥാപനം തുടങ്ങി. ചോദിക്കട്ടെ, ഇന്ന് വരെ സംസം വെള്ളം അല്ലെങ്കിൽ ബറക്കത്തുള്ള ഇത്തരം വസ്തു ഇത്ര പൈസ തന്നാ തരുമെന്ന് പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും കൊടുത്തത് തെളിയിക്കാൻ കഴിയോ സുഹൃത്തേ? ഞാനിത് ചോദിക്കാൻ കാരണം ഞങ്ങളെ പ്രസംഗം കൊണ്ടാണ് അവർ വളരുന്നതെന്ന് മുജാഹിദുകൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ പത്രത്തിൽ നിങ്ങൾ എഴുതിയത് കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഈ മുക്കൂട്ട് മുന്നണിയുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് അത് ഇരുത്തേണ്ടടുത്ത് ഇരുത്തും കേട്ടോ, സംശയം വേണ്ട. ഇവിടെയുള്ള ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്ന ജനങ്ങളാണ്. നിങ്ങളെ മുക്കൂട്ട് മുന്നണിക്കളി വേണ്ട. ശരിക്കും ഓർമ്മിച്ചോളണം, ഞങ്ങളിവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിലനിർത്താനാ പരിശ്രമിക്കുന്നത്. അതിലാർക്കും ഇവിടെ തർക്കമില്ല. നിങ്ങളത് വിറ്റ് കാശാക്കാനാ ശ്രമിക്കുന്നതെന്ന് നിങ്ങളെ ഇത്തരം ചില ചെയ്തികളെ കൊണ്ട് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല കേട്ടോ. ഇനി പറയട്ടെ, മുജാഹിദീങ്ങളും ജമാഅത്തുകാരും അവരിപ്പോ പറയും ചൂഷണം, കാന്തപുരം ചൂഷണം ചെയ്യാറ്. എന്നാ ഞാൻ ചൂഷണം എന്ന് പറയാം, അവരെ ചൂഷണം എന്ന് പറയാം. അവരിത് കണ്ടിട്ട് അതൊക്കെ തിരിയണല്ലോ. നിങ്ങളെ കഥ എന്താ? മുജാഹിദ് ജമാഅത്തുകാരുടെ കഥ എന്താ? അത് പറയാം. ഒരു പള്ളിയിൽ പോയിക്കൂടാ മുജാഹിദീൻ. എന്താ കാരണം? മിമ്പർ വന്ന് പിരിവ്. പള്ളിയിലെ മിമ്പർ വന്ന് കുത്തുബേ പിരിവ്, വെള്ളിയാഴ്ചത്തെ കുത്തുബേലെ പിരിവ്. നിങ്ങൾ കേട്ടോ, ഇന്ന് വരെ മക്ക മദീന മുതൽക്ക് ലോകൊട്ടാകെ നടക്കുന്നുണ്ട് ജുമ. എല്ലാ മുസ്ലിമുകളും അറബിയിൽ കുത്തുബ നടന്നു. എന്നാൽ ഒരൊറ്റ സ്ഥലത്ത് വെള്ളിയാഴ്ച ജുമന്റെ കുത്തുബയിൽ പിരിവെടുക്കുന്നത് നിങ്ങൾ കണ്ടിനോ? എന്നാ ജുമന്റെ കുത്തുബയിൽ പിരിവെടുക്കുന്ന എന്തിന്? മട്ടന്നൂര്, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂര്, അവിടെ വലിയ പള്ളിയുണ്ട്, അവിടെ നന്നായി ജുമ നടക്കുന്നുണ്ട്, ഒക്കെ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ മുജാഹിദ് ആകെ ഉണ്ടെങ്കിൽ അവിടെ 3ഓ 4ഓ മാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു മുജാഹിദ്. അതിന് എല്ലാ മിമ്പറും ഒന്നും പിരിവെടുക്കുകയാണ്. അതൊന്ന് കേട്ടോ നിങ്ങള്. ജുമഅക്ക് വന്ന നമുക്ക് വല്ലാത്തൊരു അനുഗ്രഹമുണ്ട്. എന്താണ് അനുഗ്രഹം? ഈ കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് മട്ടന്നൂർ. മട്ടന്നൂരിൽ നമുക്കൊരു പള്ളി വേണോ? പള്ളി ഇല്ലേ അവിടെ എന്ന് നമ്മൾ ചോദിക്കും. അവിടെ പള്ളി നിർബന്ധമാണല്ലോ. അതെ, അവിടെ നമുക്കൊരു പള്ളി വേണം. പക്ഷേ അവിടെ നമുക്ക് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം, 3ഓ 4ഓ പ്രവർത്തകർ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു പള്ളി നിർബന്ധമാണ്. ചില ആളുകൾക്ക് ലക്ഷങ്ങൾ ബാങ്കിലുണ്ട്. ആ ലക്ഷങ്ങളിൽ നിന്ന് ഒന്ന് മട്ടന്നൂരിൽ സുജൂദ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ തയ്യാറുണ്ടോ?
സഹോദരിമാരെ, നിങ്ങളുടെ കൈകളിൽ സ്വർണമുണ്ട്. ആ സ്വർണം നിങ്ങൾ മരിച്ചാൽ ആദ്യമായി വസ്ത്രത്തിന് മുമ്പ് ഊരിയെടുക്കുന്നത് ആ സ്വർണമാണ്. ആ സ്വർണം മട്ടന്നൂരിൽ പടച്ചവരെ മാത്രം ആരാധിക്കുന്ന ഇതേപോലെയുള്ള മിമ്പറുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ടോ? നാം ചിന്തിക്കുക. സാധിക്കുമെങ്കിൽ 1 2 ഷെയറുകൾ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ, അല്ലാത്തവർ 1 ഷെയർ 1 ലക്ഷം, അര ഷെയർ, അതിനും സാധ്യമല്ലേ? ഷെയർ ഇല്ല, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, എങ്കിലൊരു 10,000 രൂപ, അതിനും സാധ്യമല്ല. കുട്ടിയുടെ അടുത്ത് സമ്പാദ്യമെങ്കിൽ 1,000 രൂപ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കയ്യിലെങ്കിലും കൊണ്ടുവന്ന് തരാൻ പറ്റും. കേട്ടോ, 1 ലക്ഷം, 50,000, 10,000, 1000, കുട്ടികളടക്കം പെണ്ണുങ്ങളടക്കം സ്വർണം. എന്തിന്? 4 ആളുണ്ട് പോൽ മട്ടന്നൂരിൽ. അവിടെ പള്ളി അവിടെ ഉണ്ട് പോൽ. അവിടെ ഒരു പള്ളിയും കൂടി വേണം പോൽ. എന്തിനാ? അള്ളാഹ് ആരാധിക്കുന്ന ഒരു പള്ളി വേണോ? അപ്പൊ മട്ടന്നൂരിലെ പള്ളിയോ നമ്മൾ SKSSFന്റെ സ്റ്റേജിൽ നിന്ന് ഉള്ളാൾ തങ്ങളെ പൂജ്യം തങ്ങൾ എന്ന് വിളിച്ചൊരു ചങ്ങാതിയില്ലേ? അതോടെ പൂജ്യായി. പൂജ്യാണ്. താജുലമ പൂജല്ലുലമ, പൂജല്ലുലമ, താജുലമ പൂജ്യമാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? ആ ചങ്ങാതി മട്ടന്നൂരിലല്ലേ? ചോദിക്കട്ടെ, അതേ നിസ്കരിക്കുന്ന പള്ളി അള്ളാഹ് ആരാധിക്കുന്ന പള്ളിയല്ല. അതേ സമയത്ത് അള്ളാഹ് ആരാധിക്കുന്ന പള്ളി ഉണ്ടാക്കാൻ സർവ്വ മിമ്പറും ഇതുപോലത്തെ മിമ്പറാകാൻ, അഥവാ മലയാളത്തിൽ ഒത്തുപോകാൻ നിങ്ങളെല്ലാരും കൊടുക്കണേ. പോരാ, ഇതുപോലത്തെ മാത്രമല്ല, പിന്നെ വരുമാനമാണ്. കാരണം മിമ്പറും ഒന്നും പിരിവ് നടക്കും. അങ്ങനെ ഓരോ മിമ്പറിനും പിരിവ് ചെയ്യാമെന്നാൾ വരെ നടക്കാൻ നിങ്ങൾ കേട്ടു കൊടുക്കണേ. എത്ര? കാന്തപുരത്ത് അതൊരു പള്ളി ഉണ്ടാക്കണം. അതെത്ര? അതൊരു 25,000 ആൾ നിസ്കരിക്കുന്ന ഒരു പള്ളി. അതിന് എത്ര റുപ്യ? 40 കോടിയാ. അങ്ങനെയാ പിരിക്കുന്നത്. 4 ലക്ഷം ആള്, 1,000 റുപ്യ ഒരാൾ. അതെന്തിനാ? നിസ്കരിക്കാനാ പള്ളി. ഡിഗ്രി കൊല്ലാനാ, ഖുർആൻ ഓതാനാ, അങ്ങനത്തെ നല്ല കാര്യത്തിനാ. അപ്പള്ളിയിൽ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം സൂക്ഷിക്കപ്പെടും. കാരണം തിരുകേശം മർക്കസിൽ സൂക്ഷിച്ചു നോക്കുമ്പോ ലക്ഷങ്ങൾ വരികയാണ്, കുന്നമംഗലം ബ്ലോക്കാവുകയാണ്. അപ്പൊ ആ ബ്ലോക്ക് ആകുന്നത് ഇല്ലാതെയാക്കാൻ വേണ്ടി പോരാ, അവിടെ ലക്ഷങ്ങൾ വന്ന് അവർക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്യണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടി കാണാനും മുടിയിട്ട വെള്ളം കുടിക്കാനും വരുന്ന ലക്ഷങ്ങൾ നിസ്കാരങ്ങളാക്കാൻ പറ്റുമോ? അപ്പൊ അവർക്ക് നിസ്കരിക്കാൻ പള്ളി വേണ്ടേ? അപ്പൊ നിസ്കരിക്കാൻ ഒരു വലിയ പള്ളി ഉണ്ടാക്കുക. ആ പള്ളിക്ക് ചോദിക്കുന്നത് എത്ര? 1,000 ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടവരാ. ഇരിങ്ങണ്ണൂരിന് ഞാൻ കൊടുത്തിട്ടുണ്ട് 1000. എന്റെ ഭാര്യന്റെ പേരിലും 1000 കൊടുത്തിട്ടുണ്ട്. ബാപ്പാന്റെ പേരിലും കൊടുത്തിട്ടുണ്ട്. ഉല്ലുഖുർസാഹിന്റെ പേരിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൊടുക്കുന്ന 1000. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കുന്നു. അത് ചൂഷണമാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ചോദിക്കട്ടെ, ലക്ഷങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി, അപ്പള്ളിയുടെ ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ആ പുണ്യകേസും അതിന്റെ ഒരു ഭാഗത്തൊരു റൂമിലോ അല്ലെങ്കിൽ അതുപോലെ ആദരിക്കപ്പെടുന്ന സ്ഥലത്തോ അത് സൂക്ഷിക്കപ്പെടുന്നു. ഏതുപോലെ മദീനത്തെ പള്ളി, അവിടെ പോയി നിസ്കരിക്കുന്ന ഇബാദത്തെടുക്കുന്നു. അതിന്റെ ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവിടെ അല്ലാഹുവിന്റെ റസൂലില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു തിരുകേശമുണ്ട്. അതൊരു ഭാഗത്ത്. അവിടെ ആ പള്ളിക്ക് വേണ്ടി 1000 ഉറുപ്പിക സമുദായത്തിലെ അല്ലാഹുവിന്റെ റസൂലിനെ ഹുബ്ബ് വെക്കുന്നവർക്ക് നിസ്കരിക്കാൻ പള്ളിക്ക് കൊടുക്കുന്ന ഇഖ്ലാസുള്ള ജനങ്ങളിൽ നിന്ന് ഒരു നിർബന്ധവുമില്ലാതെ ചോദിക്കുമ്പോ അത് ചൂഷണമാണെന്ന് പറയുന്ന മുജാഹിദേ, മട്ടന്നൂരില് നിസ്കരിക്കാനുള്ള പള്ളി ഉണ്ടായിരിക്കെ അന്നാട്ടിലുള്ള ജനങ്ങളെ സംശയം വേണ്ട. മട്ടന്നൂർ പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, അവിടുത്തെ പ്രവർത്തകര്, ആ കമ്മിറ്റി AP ഗ്രൂപ്പിൽ പെട്ടവരല്ല കേട്ടോ. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. AP ഗ്രൂപ്പിൽ പെട്ടവരല്ല കമ്മിറ്റി നടത്തുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അവരും സുന്നികളല്ലേ, മുസ്ലിമീങ്ങളല്ലേ? ആ മുസ്ലിമീങ്ങൾ മഹാനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളെ പോലുള്ള അതേ തങ്ങന്മാരെ ബഹുമാനിക്കുന്ന മുസ്ലിമീങ്ങൾ നടത്തുന്ന അപ്പള്ളിക്കെതിരെ 4
ഒരാൾക്ക് നിസ്കരിക്കാൻ എത്രയാ പിരിക്കുന്നത്? ലക്ഷങ്ങൾ ഒരു പള്ളിയിൽ നിന്ന് ഓരോരുത്തൻ കൊടുക്കാനാ പറഞ്ഞത്. ചോദിക്കട്ടെ, മുജാഹിദിന്റെ പള്ളികളിൽ ഇങ്ങനെ പിരിച്ചാൽ എത്ര കോടി കിട്ടും? മട്ടന്നൂരിലൊരു പള്ളിക്ക് ഇത്ര കോടി വേണോ? മുസ്ലിം സമുദായത്തോട് മുജാഹിദ് മറുപടി പറയണം. ഈ കോടികൾ ഇതൊരു പള്ളിയിലല്ലേ പിരിക്കുന്നത്? അങ്ങനെ കേരളത്തിലെ മുജാഹിദ് പള്ളിയിൽ മുഴുവനും ഈ കോടികൾ പിരിച്ചുണ്ടാക്കുന്നത് പള്ളി നിർമ്മിക്കാനാണോ അല്ല റസൂലുള്ളാഹിനെ നിന്ദിക്കാനാണോ? മുസ്ലിമീങ്ങളെ, എന്നിട്ട് ചോദിക്കുന്നതോ ലക്ഷങ്ങൾ വന്ന് നിസ്കരിക്കാൻ വേണ്ടിയുള്ളൊരു പള്ളി നിർമ്മിക്കുന്നു, അത് ചൂഷണമാണെന്നല്ലേ ഈ നവീനവാദി പറയുന്നത്, അവന് കൂട്ടുനിൽക്കുന്നവൻ പറയുന്നത്? ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി കാണാനും അതിട്ട വെള്ളം കുടിക്കാനും വന്നൊരൊറ്റ മനുഷ്യന്റെ നിസ്കാരം ഖവായി പോകാൻ ഓ കാസിമീൻ, നിങ്ങളുടെ കേസറ്റോ സീഡിയോ കാരണമാണെങ്കിൽ ആ സീഡിക്ക് കാശ് കൊടുത്തവരും നിങ്ങളെ സദസ്സിൽ വന്നവരും നിങ്ങൾ അനുകൂലിച്ചവരും മുഴുവനും പള്ളിക്കെതിരെ നീങ്ങിയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടൂലേ? ഇനി ഒന്നുകൂടി ചോദിക്കട്ടെ, എസ്കെക്കാരാ, വാണിമേലിൽ ഒരു പ്രദേശത്ത് അതിന്റെ ചുറ്റുഭാഗത്ത് എവിടെയും പള്ളിയില്ല, ഉണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ. ഈ പാവപ്പെട്ട ഞാൻ കേസ് കൊടുത്ത് അവിടെ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി പെർമിഷൻ വാങ്ങിയിട്ട് ആ പള്ളിയുടെ തറക്കല്ലിടലിന് വേണ്ടി മഹാനായ കാന്തപുരം ഉസ്താദിനെ ക്ഷണിച്ചിട്ട് അവിടെ പള്ളി ഉണ്ടാക്കുന്നു എന്ന് കേട്ടപ്പോ ചോദിക്കട്ടെ, ഈ കടമേരി കോളേജിലുള്ള എസ്കയുടെ ഒരു നേതാവ് പോയി പള്ളി ഉണ്ടാക്കുന്നതിനെതിരെ പ്രസംഗിച്ചിട്ടില്ലേ? ഒരു ചൂഷണവും ഇല്ലല്ലോ. ഞാൻ കൊണ്ടുവന്ന കേസ്, എന്നെ ഏൽപ്പിക്കപ്പെടുന്ന കേസ് കൊണ്ട് ഞാൻ അവിടെ പള്ളി ഉണ്ടാക്കി പരിസരവാസികൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് വരുന്ന കുഴപ്പമെന്താണ് എസ്കെക്കാരാ? എന്നിട്ടോ അവിടുത്തെ മുസ്ലിമീങ്ങൾ തമ്മിൽ തല്ലി ചോര പൊട്ടിക്കരുതെന്ന നിലക്ക് ഞാനത് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. എന്ന് മാത്രമല്ല, ആ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കാൻ പലരും തയ്യാറുണ്ട്. ശരീരം കൊണ്ട് വേണമെങ്കിൽ, നിയമം കൊണ്ട് വേണമെങ്കിൽ സഹായിക്കാൻ ആളുണ്ട്. പക്ഷേ എന്നാലും ഒരു മുസ്ലിമിന്റെ ചോര ചിന്തരുതെന്ന് മനസ്സിലാക്കി അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, കൽപ്പം കഴിഞ്ഞു തുടങ്ങാമെന്ന് പ്രവർത്തകരോട് പറഞ്ഞത് അറിയുന്ന നൂറുകണക്കിന് ആളുകൾ ഈ സദസ്സിലില്ലേ? അറിയുന്നവരില്ലേ? ചോദിക്കട്ടെ, നിങ്ങളെ ദീനീ പ്രവർത്തനം എന്താണ്? അള്ളാന്റെ പള്ളിക്കെതിരെ നീങ്ങലാണോ? ഇതെവിടുന്ന് പഠിച്ചതാണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. നിങ്ങൾ ഈ ഒരു പള്ളിക്ക് മാത്രമല്ല എതിരി എന്നാ ഞാൻ പറഞ്ഞത്. ഇനി ചോദിക്കട്ടെ, നിർമ്മിച്ച് പകുതിയായ പള്ളികൾ നിങ്ങൾ എത്ര സ്ഥലത്തുണ്ട് ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നു? ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് പറയട്ടെ, ഈ SK എന്ന് പറയുന്ന കക്ഷികൾ അള്ളാന്റെ ദീനിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന വല്ല വ്യക്തികളും പെട്ടുപോയവരുണ്ടെങ്കിൽ പറയട്ടെ, അവർക്കതാ അള്ളാഹുവിന്റെ ദീന് പ്രശ്നമല്ല, കാന്തപുരത്തെയും കൂട്ടരെയും നശിപ്പിക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമേ അവർക്കുള്ളൂ. റബ്ബേ, അവർ ഞങ്ങളെ സഹോദരന്മാർ, അവരെ ഖൽബൊന്ന് നന്നാക്കണേ അല്ലാ. ഞങ്ങളവരെ ലഅനത്ത് ചെയ്യുന്നില്ല. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ച ഈ ബറക്കത്തുള്ള സ്ഥാപനത്തിലെ പരിപാടിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലാ, ഈ വിഭാഗത്തെയും കൂടി നീ നന്നാക്കണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ആലിമീങ്ങൾക്കും ഹഖിന്റെ മേൽ യോജിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. നമ്മൾ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പുണ്യകേശം ദർശിക്കാനും അത് മുക്കിയ വെള്ളം കുടിക്കാനും വരുന്ന ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി നിർമ്മിക്കപ്പെടുന്നു. അതിനോടനുബന്ധിച്ച് ഉള്ള റൂമിലോ അതുപോലെയുള്ള ഒരു സ്ഥലത്ത് ആദരപൂർവം അവിടുത്തെ തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെടും. അത് മദീന ശരീഫിൽ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കിടക്കുന്നു. മദീനത്തെ പള്ളിയിൽ അതിനോടനുബന്ധിച്ചുള്ള റൂമിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് നേരിൽ കണ്ടവർ
ഈ സ്റ്റേജിൽ തന്നെ ഉണ്ട്. ഇല്ലേ തങ്ങളെ കണ്ടില്ലേ? അപ്പോ പള്ളിയോടനുബന്ധിച്ചുള്ള റൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുക എന്നത് മദീനയിൽ നടക്കുന്ന കാര്യമാണ്, മക്ക ശരീഫിൽ നടക്കുന്ന വിഷയമാണ്. അങ്ങനെ തുടങ്ങി ലോകത്ത് മുസ്ലിം കേന്ദ്രങ്ങളിൽ നടക്കുന്ന വിഷയമാണ്. അതിനെ അന്ധവിശ്വാസമായും ആത്മീയ തട്ടിപ്പുമായുമൊക്കെ ആരെങ്കിലും പറഞ്ഞു പരത്തിയാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് അവർ കുടുങ്ങിപ്പോകുമെന്നല്ലാതെ ഇവിടെ വേറെ ആർക്കും ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഇനി ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. നിങ്ങൾ നോക്കൂ, പള്ളിയിലെ മിമ്പറിൽ വെച്ച് മുജാഹിദുകൾ 4 ആൾക്ക് വേണ്ടി കോടിക്കണക്കിന് റുപ്പികയുടെ പള്ളി നിർമ്മിക്കാനുള്ള പിരിവ് സർവ്വ പള്ളിയിലും പിരിവെടുക്കുന്ന കോലമാണ് നമ്മൾ കണ്ടത്. ഇനി അവർ എന്റെ ഈദ്ഗാഹിൽ പെണ്ണുങ്ങൾ വരണോ, എന്നിട്ട് പെണ്ണുങ്ങളോട് ഈദ്ഗാഹെന്നും പിരിവെടുക്കുന്നു, അതൊന്ന് കണ്ടോളി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഇനി ഇയാൾ എന്നെ സ്വർഗം വിൽക്കുന്നുണ്ട്. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിന്റെ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. സ്വർണം വേണോ സ്വർഗം വേണോ എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുക. ഇനി ജമാഅത്ത് ഇസ്ലാമി അവര് പിന്നെ അങ്ങനത്തെ ഒന്നിനും പോകാത്തൊരു പരിഷ്കരിച്ച കക്ഷികളാണ് എന്ന് ചിലപ്പോ ഏതെങ്കിലും സാധുക്കൾക്ക് തോന്നിപ്പോയി എന്ന് വരും. അതുകൊണ്ട് ഞാൻ പറയാ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പിന് അല്പവും ബഹുമാനിക്കാൻ പറ്റൂല. അതേ സമയത്ത് മൗദൂദിയുടേതാണോ എത്ര ലക്ഷവും കൊടുക്കും. അതാണ് അവർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സംശയം തീരാ. ഞാൻ വെറുതെ പറയല്ല. ഇതാ മാധ്യമം 1998 നവംബർ 6 എന്താണ് ഇതിലെ ഹെഡിങ്? മൗദൂദിയുടെ പേനയ്ക്ക് 24 ലക്ഷം രൂപ. മൗദൂദിന്റെ പേനക്ക് 24 ലക്ഷം രൂപ സ്വർഗത്തുനിന്ന് കൊണ്ടുവന്നേനെ. ഇസ്ലാമാബാദ് ഉപഭൂഖണ്ഡത്തിലെ പ്രശസ്ത ഇസ്ലാമിക ചിന്തകനും ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനുമായിരുന്ന സയ്യിദ് അബുൽ അലാ മൗദൂദിയുടെ പേന പാകിസ്ഥാൻ ബിസിനസ് ഫോറം മേധാവി പ്രൊഫസർ അമീൻ ജാവീദ് 24 ലക്ഷം രൂപക്ക് ലേലത്തിലെടുത്തു. അത് എന്നിട്ട് ഫോട്ടോ ജമാഅത്ത് ഇസ്ലാമി സ്ഥാപകനായിരുന്ന മൗലാന മോദിയുടെ പേന സംഘടനയുടെ പാകിസ്ഥാൻ അമീർ ഖാദി ഹുസൈൻ അഹമ്മദ് ഇടത്തേയറ്റം പ്രൊഫസർ അമീൻ ജാവീദിന് കൈമാറുന്നു. അപ്പോ മാധ്യമത്തിനും അതുപോലെയുള്ള പത്രങ്ങൾക്കും എല്ലാം ഇവിടെ റിപ്പോർട്ട് നൽകുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. മൗദൂദിയുടെ പേനയ്ക്ക് 24 ലക്ഷം രൂപ. ഞാൻ ചോദിക്കുന്നു, എന്താണ് ആർക്കാണ് 1 ഉറുപ്പിക കൊടുത്ത പേന കിട്ടാത്തത്? പിന്നെ ഇയാളെ പേനക്ക് എന്താ പ്രത്യേകത? 24 ലക്ഷം ഉറുപ്പികക്ക് ഇയാളെ പേന എന്തിന് ജമാഅത്ത് ഇസ്ലാമിക്കാർ വിറ്റു? ഇത് എന്ത് തട്ടിപ്പ് എന്നാ പറയേണ്ടത്? അപ്പോൾ അവർക്ക് അവരുടെ നേതാക്കന്മാരെ ബഹുമാനിക്കാം, അവരുടെ നേതാവിന്റെ തിരുശേഷിപ്പ് ബഹുമാനിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതാവിന്റെ തിരുശേഷിപ്പ് ബഹുമാനിച്ചുകൂടാ. ഇത് എന്ത് ആശയമാണ്? ഇനി സുഹൃത്തുക്കളെ, ആത്മീയ തട്ടിപ്പ് എന്നാ ഇവർ പറയുന്നത്. ഞാൻ നേരത്തെ തലശ്ശേരി വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം എന്തായിരുന്നു? ആത്മീയത വിവാദവും വസ്തുതയും
എന്റെ CD ഉണ്ട്. അതിലെന്താ വിഷയോ? മുഴുവൻ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും കള്ളത്തരീക്കത്തുകാരും നടത്തുന്ന ആത്മീയ തട്ടിപ്പ്. ആ തട്ടിപ്പിന്റെ കൂട്ടത്തിൽ അന്ന് ഞാൻ എടുത്തു കാണിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ഒരു തങ്ങളെയോ ഒരു ആലിമിനെയോ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചാൽ ശിർക്കായി പോകും. പിന്നാരെ അവർ സ്വീകരിച്ചത് ഋഷിമുഖ്. അവർ കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ മാസികയിൽ ഫോട്ടം കാണാം. കർണാടക ജമാഅത്തെ ഇസ്ലാമി യുവജന സമ്മേളനത്തിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ച ഋഷിമുഖ് മാസികയുടെ പുറംചട്ടയുടെ ഉൾഭാഗം ഞാൻ അന്നെടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്റെ പ്രസംഗത്തിൽ എന്റെ CD-കൾ പരിശോധിച്ചു നോക്കും. എന്നിട്ട് ആരെയാ കൊണ്ടുവന്നത്? ശ്രീ ശ്രീ രവിശങ്കർ ദ്വാർപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി. ഇവരാണോ നമ്മളെ പേരിൽ പൗരോഹിത്യം ആരോപിക്കുന്നത്? ഇവരാണോ നമ്മളെ പേരിൽ ആത്മീയ തട്ടിപ്പ് ആരോപിക്കുന്നത്? നെഞ്ഞൂക്കോടെ മറുപടി പറയണം. എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. ഞാൻ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നതിൽ മാത്രമേ ഇവർക്ക് പ്രയാസമുള്ളൂ. നേരെ മറിച്ച് ഇവർക്ക് ആരെ ബഹുമാനിക്കുന്നതിനും ഒരു പ്രയാസവും ഇല്ല. അപ്പൊ എന്താണ് രോഗം എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു അമീർ പണ്ടൊരാള് ഒരുത്തനോട് ചോദിച്ചിന്റെ പേരെന്താ? സുന്ദരൻ. അപ്പൊ പ്രസവിക്കുന്നതിന് മുമ്പിട്ടായിരുന്നു. പ്രസവിക്കുന്നതിന് മുമ്പിട്ടതാണോ പേര് ചോദിച്ചു? സുന്ദരന്റെ പേര് പറഞ്ഞപ്പോ. കാരണം കണ്ടു നോക്കുമ്പോ ആ പേരിന് ഒരു നിലക്കും യോജിക്കൂല. ഇതുപോലെ അയാളുടെ പേര് ആരിഫ് പ്രസവിക്കപ്പെടുന്നതിന് മുമ്പിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഏഷ്യാനെറ്റിൽ പറയുന്നൊന്ന് കേട്ടോളിങ്ങൾ. അയാൾ വിവരക്കേട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം, പള്ളിയെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് അരൂപിയായ ഏകനായ ദൈവത്തെ ആരാധിക്കാൻ മാത്രമുള്ളതാണ് എന്നാണ്. ഒരു പള്ളിയിലും നിങ്ങൾക്ക് ഒരു പ്രതിഷ്ഠയും കാണാൻ കഴിയുകയില്ല. ഇപ്പോ നമുക്ക് അങ്ങാടികളിൽ കാണാൻ കഴിയുന്ന പരസ്യം തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം എന്നതാണ്. അതായത് ഈ പള്ളി ഉണ്ടാക്കുന്നത് ഈ കേശം അവിടെ പ്രതിഷ്ഠിക്കാനാണ് എന്നർത്ഥം. അതായത് തിരുകേശം എന്ന പ്രതിഷ്ഠയുള്ള ഒരു പള്ളിയായിരിക്കും അത് എന്നതാണ്. അത് ഇസ്ലാമിന്റെ പള്ളിയെ സംബന്ധിച്ചുള്ള സങ്കല്പത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര വിവരങ്ങളാണ്. കാരണം തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം എന്ന് ഇയാൾ ബാനർ കണ്ടിരിക്കണം. അപ്പോഴേക്ക് മൂപ്പർ തീരുമാനിച്ചിരിക്കുന്നത് തിരുകേശം കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാനാണ്. സുഹൃത്തുക്കളെ, ഉസ്താദിനും മുതഅല്ലിമീങ്ങൾക്കും ഒരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ പ്രതിഷ്ഠിക്കല. അതേ സമയത്ത് അദ്ദേഹം പറഞ്ഞ വിവരക്കേട് കേട്ടോ നിങ്ങൾ. എന്താ അയാൾ പറഞ്ഞത്? ആദ്യം ഒരു സത്യം പറഞ്ഞു. അതെന്താ? അരൂപിയായ ഏകനായ അള്ളാഹുവിന് രൂപം ഇല്ല. എന്നാലും അൽഹംദുലില്ലാഹ് അള്ളാന്റെ റസൂലിന്റെ പുണ്യകേശത്തിന്റെ ഒരു ബർക്കത്ത് ഇപ്പൊ നിങ്ങൾ സമ്മതിക്കേണ്ടി വന്നല്ലോ. ഇതുവരെ അള്ളാഹ് കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞ കൂട്ടരല്ലേ നിങ്ങൾ? ഇത് നിങ്ങളെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നല്ലേ ഈ അത്തൗഹീദ് പച്ച മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ചത്, മലയാളത്തിൽ എഴുതി കൊടുത്തത്, പ്രസിദ്ധീകരിച്ചത് ബന്നാ ബുക്സാണ്. ഇതിലെന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാണ്. അപ്പൊ അള്ളാന്റെ വലത്തെ കൈയിൽ ആകാശമുണ്ട്, ഇടത്തെ കൈയിൽ ഭൂമിയുണ്ട്. ഇത് രൂപം ഉണ്ടാക്കലല്ലേ? അള്ളാഹുവിന് രൂപമുണ്ടെന്ന് വിശ്വസിക്കലല്ലേ? എന്നിട്ട് നിങ്ങൾ ഇതിൽ എഴുതിയില്ലേ അള്ളാഹു സിംഹാസനത്തിന് മുകളിലാണ്. അപ്പൊ രൂപമില്ലാത്ത ഒരു ആള് എങ്ങനെ ഒന്നിന്റെ മുകളിലാകല്? അപ്പൊ രൂപമുണ്ടെന്ന് വിശ്വസിച്ച് ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ നിങ്ങൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടിയുടെ ബർക്കത്ത് ഇപ്പൊ പറഞ്ഞ അരൂപിയായ അള്ളാഹു എങ്ങനെയായ അള്ളാഹു അല്ലേ ദൈവം എന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെന്താ പിന്നെ പറഞ്ഞത്? ഇങ്ങനൊരു പള്ളി ഉണ്ടാക്കിയിട്ട് പ്രതിഷ്ഠ വെക്കൂ.
അങ്ങനെ ഹസറത്ത് ബാൽ മസ്ജിദ് ഉണ്ട് കാശ്മീരിൽ, അവിടെ പ്രതിഷ്ഠ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നല്ലാതെ അവിടെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ടോ? ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, രൂപമില്ലാത്ത റബ്ബായതുകൊണ്ട് അവനെ ആരാധിക്കുന്ന പള്ളിയിൽ ഒരു സാധനവും കാണാൻ പറ്റൂല എന്നല്ലേ നിങ്ങളിപ്പം പറഞ്ഞത്? എന്നാ നിങ്ങൾ കഅബം പൊളിക്കേണ്ടി വരും മൗലവി. കാരണം മസ്ജിദുൽ ഹറാം എന്ന ലോക പ്രശസ്തമായ ഏറ്റവും ബഹുമാനമുള്ള പള്ളി, അതിന്റെ മധ്യത്തിൽ കഅബത്തുൽ മുശറഫ, ആ കഅബയിലേക്ക് തിരിഞ്ഞാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും നിസ്കരിക്കുന്നത്. അത് പള്ളിയുടെ മധ്യത്തിലാണുള്ളത്, അതിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത്. അത് ഇസ്ലാമിന്റെ പള്ളിയാണോ അല്ലേ? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആ പള്ളിയുടെ കഅബ ശരീഫിന്റെ മൂലയിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരസാധാരണ കല്ലുണ്ട്. ആ കല്ല് ജനങ്ങൾ ചുംബിക്കുന്നുണ്ട്, അത് തൊട്ട് മണക്കുന്നുണ്ട്. എന്താ മണക്കുന്നത്? നാട്ടുന്നുണ്ട് കൈ. അപ്പൊ ഇങ്ങനെ തന്നെ മണത്താ പോരെ? പോരാ, ആ കല്ല് തൊടുമ്പോൾ ഈ കൈക്ക് ബഹുമാനം വന്നു, അക്കൈ മണക്കുകയാണ്. ചോദിക്കട്ടെ, അപ്പൊ ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ അതാ കഅബ ശരീഫില്ലേ, ആ കഅബ ശരീഫിന്റെ മൂലയിൽ ഹജറുൽ അസ്വദ് എന്ന പുണ്യമായ കല്ലില്ലേ, അതാ മുസ്ലിമീങ്ങൾ തൊട്ട് മണക്കുന്നില്ലേ, ചുംബിക്കുന്നില്ലേ, അതിന്റെ മേൽ നെറ്റിവെക്കുന്നില്ലേ? അപ്പോഴേക്ക് അതാ അത് പള്ളിയല്ലാതെ ആകും എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അല്ല. ഇതുപോലെ മസ്ജിദുൻ നബവിയിൽ പള്ളിയോട് ചേർന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടുകൂറ്റൻ ജാറമില്ലേ, അവിടെ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്നില്ലേ? ജനങ്ങൾ അത് സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നില്ലേ? ആ മദീനത്തെ പള്ളി വികസിപ്പിച്ചത് എന്തിനാ മൗലൈമാരെ? അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനല്ലേ അത്ര വിശാലമായ പള്ളി നിർമ്മിച്ചത്? അവിടെ കഅബയില്ലല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതിനെയും കാണാനും അതിന്റെ ബർക്കത്തെടുക്കാനും വരുന്നവർക്ക് വിശാലമായ പള്ളി നിർമ്മിക്കുക എന്നത് അത് ലോകം അംഗീകരിച്ച വിഷയമല്ലേ? സൗദി അറേബ്യയിൽ തന്നെ നടന്നതല്ലേ, നടക്കുന്നതല്ലേ? നിങ്ങളുടെയും പ്രശ്നം അസൂയ ഒന്ന് മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറവും ആ ജാറത്തിനോടനുബന്ധിച്ച് അതേ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച പള്ളിയും സൗദി ഗവൺമെന്റ് അവിടെ നിർമ്മിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേര് ഖാദിമുൽ ഹറമൈനി ശരീഫൈനി എന്നാണ്. ലോകത്തൊരാളും അത് വിമർശിച്ചിട്ടില്ല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പ് കാണാൻ വരുന്നവർക്ക് വിശാലമായ പള്ളി നിർമ്മിച്ചാൽ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് ഖാദിമു ശഅരി റസൂലുള്ളാഹി അല്ലെങ്കിൽ ഖാദിമുൻ നബി എന്ന പേര് ലഭിക്കുമെന്നല്ലാതെ ഇവിടെ എന്താണ് മൗലൈമാരെ സംഭവിക്കാൻ പോകുന്നത്?